അൻവി ഒരു പരുങ്ങലോടെ ചുറ്റും നോക്കി. മുഖവും ചുണ്ടുമൊക്കെ മെല്ലെ ഒന്ന് തുടച്ചുകൊണ്ട് താഴേക്ക് ചെന്നു. ഹാളിൽ തന്നെ അമ്മയും തനവും ഇരിക്കുന്നത് കണ്ട് അവരെ നോക്കി പതുങ്ങിയൊരു ചിരിയോടെ മെല്ലെ അടുക്കളയിലേക്ക് നടന്നു. ആ കുഞ്ഞോളെ, നേരം 8 മണിയാവാറായില്ലേ? യാമിമോളെന്ത് ഇനിയും വരാത്തെ? രുദ്രൻ കുഞ്ഞങ്ങാനും തിരക്കിയ ആകെ ബഹളമായിരിക്കും. അടുക്കളയിലേക്ക് വന്ന കുഞ്ഞോളെ കണ്ടതും സരസ്വതിയമ്മ ആവലാതിയോടെ പറഞ്ഞു. അവരെത്താറായല്ലോ സരസ്വതിയമ്മേ, ഇപ്പോൾ വരുമായിരിക്കും. ഞാൻ അഭിയേട്ടനെ വിളിച്ചു നോക്കാം. 2 കപ്പിൽ കോഫിയും കൂടെ ഒരു 4 കട്ലറ്റും കൂടെ എടുത്തുകൊണ്ട് കുഞ്ഞോള് പറഞ്ഞു. ഇതാർക്കാ മോളെ 2 കപ്പ്? രുദ്രൻ കുഞ്ഞിന് കാപ്പി ഞാൻ കൊണ്ടു കൊടുത്തായിരുന്നു കേട്ടോ. കുഞ്ഞോൾ ശിവയ്ക്ക് കൂടെ വേണ്ടിയിട്ടാ കോഫി എടുക്കുന്നത് എന്ന് കരുതി സുമതി ചേച്ചി പറഞ്ഞു. അത് താഴെ മറിഞ്ഞു പോയി ചേച്ചി, അതാ ഞാൻ വേറെ എടുക്കാൻ വന്ന്. കുഞ്ഞോൾ ആരുടെ മുഖത്തും നോക്കാതെ പറഞ്ഞുകൊണ്ട് വേഗം അതുമായി റൂമിലേക്ക് നടന്നു. ഹാളിൽ എത്തിയപ്പോൾ ഇതേ ചോദ്യം തന്നെ അമ്മയും തനവും ചോദിച്ചു. അവിടെ പറഞ്ഞ അതേ മറുപടി പറഞ്ഞുകൊണ്ട് അവൾ വേഗം റൂമിലേക്ക് നടന്നു. വീട്ടിൽ പോകാതെ നേരിട്ട് വന്നതല്ലേ മോൻ? ഉണ്ടായിരുന്ന 2 കട്ലറ്റും കഴിച്ച് ശിവയുടെ റൂമിലെ ബെഡിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന സച്ചുവിനോടായി കസേരയിൽ ചാഞ്ഞിരുന്ന സിഗരറ്റ് പുകയ്ക്കുകയായിരുന്ന ശിവ ചോദിച്ചു. വീട്ടിലേക്ക് പോകാൻ നിന്നാൽ ഇങ്ങോട്ട് വരാൻ പിന്നെയും വൈകില്ലേ? വൈകി വന്നാൽ പിന്നെ എനിക്ക് തിരിച്ചു പോകാനും തോന്നില്ല. അതാ നേരിട്ടിങ്ങ് വന്നത്, സച്ചു ഒരു താളത്തിൽ പറഞ്ഞു. എന്നിട്ട് നീ അവിടെ എസ്റ്റേറ്റിന് താഴെ ഇറങ്ങുമ്പോൾ ഇക്കാര്യം എന്നോട് പറഞ്ഞോ? ശിവ അവനെ കൂർപ്പിച്ചു നോക്കി. അതെങ്ങനെ പറയും? നിന്റെ കൂടെ 24 മണിക്കൂറും ആ പെണ്ണല്ലേ? സച്ചു അലസമായി പറഞ്ഞു. ലിയയോട് എന്തോ ഇഷ്ടക്കേടുള്ളതുപോലെ പറഞ്ഞു. ഓ, എന്നിട്ട് അവളുള്ളപ്പോൾ നീയൊന്നും പറയാറില്ല? ശിവ ഒരു കെറുവോടെ ചോദിച്ചു. മറ്റു കാര്യങ്ങൾ പറയും പോലെയാണ് ഇക്കാര്യം. ഇതങ്ങനെ അവളുടെ മുന്നിൽ വെച്ചൊന്നും പറയാൻ പറ്റില്ല. കുഞ്ഞോൾ കാപ്പിയുമായി ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്നത് കണ്ടതും സച്ചു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. അതെന്താ? ശിവ അലസമായി ചോദിച്ചു. എന്തോ അവൾ കേൾക്കെ ഇതൊന്നും പറയേണ്ടെന്ന് തോന്നി. സച്ചു അതിലേറെ അലസമായി പറഞ്ഞുകൊണ്ട് കുഞ്ഞോളുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങി ചുണ്ടോട് ചേർത്തു. യാമി എന്തേ? ഇവിടെ ഇല്ലേ? കണ്ടില്ലല്ലോ. ഫോണിൽ നോക്കിയിരിക്കുന്ന ശിവയെ നോക്കിയൊരു സംശയത്തോടെ സച്ചു ചോദിച്ചു. സച്ചുവിൻ്റെ ചോദ്യം കേട്ടതും കുഞ്ഞോളൊരു പതർച്ചയോടെ ശിവയെ നോക്കി. യാമി അവിടെയെങ്ങും കാണാത്തതിൽ അവൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് അവൾ നോക്കിയത്. അവൻ്റെ മുഖത്ത് പക്ഷേ അങ്ങനെ പ്രത്യേകിച്ചൊരു ഭാവമാറ്റവും കണ്ടില്ല. എന്തേ, എങ്ങോട്ടെങ്കിലും പോയതാണോ? സച്ചു കുഞ്ഞോളെ നോക്കി പിന്നെയും ചോദിച്ചു. ആ ചോദ്യത്തിൽ ശിവയുടെ നോട്ടവും കുഞ്ഞോളുടെ മുഖത്തായി. അവളൊരു പരുങ്ങലോടെ സച്ചുവിനെ നോക്കി മൂളി. ശിവയുടെ നോട്ടം വീണ്ടും കയ്യിലെ ഫോണിലേക്ക് തന്നെ നീണ്ടു. എങ്ങോട്ട് പോയി? സച്ചു പിന്നെയും ചോദിച്ചതും കുഞ്ഞോൾ അവൻ്റെ കാൽത്തുടയിൽ നല്ലൊരു നുള്ളു വെച്ച് കൊടുത്തുകൊണ്ട് ഒന്നും ചോദിക്കല്ലേ എന്ന് കണ്ണ് കാണിച്ചതും സച്ചു അവളെയും ശിവയും മാറി മാറി ഒന്ന് നോക്കി. ശിവ അവരുടെ സംസാരത്തിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കിയിരിപ്പാണ്. ഇടയ്ക്ക് കോഫിയും കൊടുക്കുന്നുണ്ട്. ഡാ, നമുക്കിറങ്ങിയാലോ എന്നാ? എന്തോ ഒന്നവിടെ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് മനസ്സിലാക്കി സച്ചു ചോദിച്ചു. വാ. ചോദിക്കേണ്ട താമസം ശിവ എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവന് പിന്നാലെ സച്ചുവും കുഞ്ഞോളും നടന്നു. എങ്ങോട്ടാ? അങ്ങോട്ട്. ഇങ്ങോട്ട് വാ, നമുക്ക് ഇതുവഴി ഇറങ്ങാം. സ്റ്റെയർ കേസ് വഴി ഇറങ്ങാൻ നിന്ന് ശിവയുടെ കൈ പിടിച്ച് വലിച്ച് കുഞ്ഞോളുടെ റൂമിലേക്ക് നടന്നു സച്ചു. ആ ഫോണൊന്ന് ചാർജ് ചെയ്ത് വെക്ക്. ഞാൻ വിളിക്കുമ്പോഴെങ്ങാനും ഓഫായ ഇറങ്ങിയ വഴി തന്നെ ഞാനിങ്ങ് കയറും. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ശിവയുടെ കൈവിട്ട് കുഞ്ഞോളുടെ അടുത്തേക്ക് വന്ന് അവളോട് പറഞ്ഞുകൊണ്ട് സച്ചു നേരെ ബാൽക്കണിയിലേക്ക് തന്നെ നടന്നു. ബാൽക്കണിയിൽ ചെന്നപ്പോൾ താഴെ ഇറങ്ങാതെ മുറ്റത്തേക്ക് നോക്കി നിൽക്കുന്ന ശിവയെയാണ് സച്ചു കാണുന്നത്. അവൻ ആരെയാ നോക്കുന്നതെന്നറിയാനായി സച്ചുവും അങ്ങോട്ട് നോക്കി. അഭിയോടൊപ്പം ചിരിയോടെ കാറിൽ നിന്നിറങ്ങുന്ന യാമയിലാണ് അവൻ്റെ കണ്ണുകൾ. ആ കാഴ്ച കണ്ടതും സച്ചു ഇറങ്ങണാൽ ശിവയെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ ഇപ്പോഴും അവരിൽ തന്നെയാണ്. അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലേ? ശിവയുടെ കാതോരം ചെന്ന് സച്ചു മെല്ലെ ചോദിച്ചു. ശിവ യാമയെ നോക്കിക്കൊണ്ട് തന്നെ ഒന്ന് മൂളി. അഭിയോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് അവൾ അകത്തേക്ക് കയറുകയാണ്. നിന്നെക്കാൾ ചേർച്ച അവനാണ്, സച്ചു പിന്നെയും പറഞ്ഞു. ആണോ? എന്നാൽ നീ ചെന്ന് അവളെ അവന് കെട്ടിച്ചു കൊടുക്കടാ, ഞാൻ രക്ഷപ്പെടട്ടെ. ശിവ തെല്ലൊരു ഗൗരവത്തോടെ മുഖം തിരിച്ച് സച്ചുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും സൺസൈഡിലേക്ക് എടുത്തു ചാടി. ഒന്ന് കുശുമ്പ് കുത്തിക്കാൻ നോക്കിയത് നടന്നില്ലെന്നൊരു നിശ്വാസത്തോടെ കുഞ്ഞോളെ ഒന്ന് നോക്കിക്കൊണ്ട് സച്ചും അവന് പിന്നാലെ താഴേക്ക് ചാടി. അകത്തേക്ക് കയറിയ യാമി മറ്റാർക്കും മനസ്സിലാവാത്തൊരു തിടുക്കത്തോടെയാണ് പടികൾ ഓടിക്കയറിയത്. അവരുടെ ആ തിടുക്കം ഹാളിലിരുന്ന സുഭദ്രാമയ്ക്ക് മനസ്സിലായെന്ന് അവരുടെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയിൽ മനസ്സിലാക്കാം. പടികൾ ഓടിക്കയറി ചെറിയൊരു കിതപ്പോടെ അവനെ കാണാനുള്ളൊരു തിടുക്കത്തോടെ റൂമിൻ്റെ ഡോർ തുറന്നതും നിശബ്ദമായ റൂമിനകം അവൾ ആകെ വല്ലാതെ നിരാശയാക്കി. യാമി എന്താ വൈകിയേ? തൊട്ട് പിന്നിൽ നിന്നും കുഞ്ഞോളൊരു ചിരിയോടെ അവളോട് ചോദിച്ചു.
നല്ല ബ്ലോക്കായിരുന്നു. ശിവ വന്നില്ലേ അൻവി? യാമി വാടിയൊരു ചിരിയോടെ കുഞ്ഞോളെ നോക്കി ചോദിച്ചു. വന്നിരുന്നു, ഇപ്പോൾ പോയതേ ഉള്ളൂ. സച്ചുച്ചനും ഉണ്ടായിരുന്നു കൂടെ. ശിവയും സച്ചുവും കോഫി കുടിച്ച കപ്പും മറ്റും എടുത്തുകൊണ്ട് അൻവി പറയെ യാമിയുടെ മുഖം കൂടുതൽ നിരാശയിലായി. എന്നെ എന്നെ ചോദിച്ചിരുന്നു. തൻ്റെ ഉള്ളിലെ ഇഷ്ടം താനല്ലാതെ ഈ വീട്ടിൽ മറ്റാരും അറിയരുത് എന്ന് വിചാരിക്കുമ്പോഴും അവളുടെ കണ്ണുകളിലെ ഭാവവും അറിയാതെ വന്നു പോകുന്ന ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളും അവനോടുള്ള അവളുടെ ഇഷ്ടം മറ്റുള്ളവർക്ക് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇല്ല, സച്ചുച്ചൻ ചോദിച്ചിരുന്നു. ഞാൻ യാമി പുറത്തു പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഓഫീസിൽ പോകുന്ന കാര്യം ഇന്ന് എന്തായാലും ഏട്ടനോട് പറയാൻ നോക്കണേ. അല്ല, അതിൻ്റെ പേരിലൊരു ദേഷ്യം ഒഴിവാക്കാലോ എന്ന് കരുതിയാ. താൻ ഉപദേശിക്കുകയാണെന്നോ മറ്റോ യാമിക്ക് തോന്നരുതല്ലോ എന്ന് കരുതി കുഞ്ഞോൾ അത്രമേൽ പതുങ്ങിയൊരു സ്വരത്തിൽ. ശിവയ്ക്ക് ഞാൻ എവിടെയിൽ പോയാലും ഒരു കുഴപ്പമില്ല അൻവി, നീ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. യാമി വാടിയൊരു ചിരിയോടെ അവളോട് പറഞ്ഞു. അതേസമയം കാണാണ്ടാവുമ്പോൾ ഒന്ന് അന്വേഷിച്ചാൽ എന്താണ് എന്നൊരു പരിഭവം അവളുടെ മനസ്സിൽ തോന്നാതിരുന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയെന്ന് കരുതി ദിവസങ്ങൾ എണ്ണുന്നയാളല്ലേ ഒരു നേരം കണ്ടില്ലെങ്കിൽ അന്വേഷിക്കാൻ പോകുന്നത്. നിനക്കെന്താ യാമി, തീരെ കോമൺ സെൻസ് ഇല്ലേ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാൻ? മനസ്സ് പരിഭവിക്കുമ്പോഴും ബുദ്ധി അവളെ കളിയാക്കി. ആയിക്കോട്ടെ, എന്നാലും ഒന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ, വെറുതെ ഒന്ന് പറഞ്ഞേക്ക്. കോഫി കപ്പുമായി റൂമിൽ നിന്നിറങ്ങിയ കുഞ്ഞോൾ എന്തോ ആലോചനയിൽ നിൽക്കുന്ന യാമിയെ നോക്കാതെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. കുഞ്ഞോളുടെ ആ സംസാരം കേൾക്കെ ശിവയെ അവൾ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു കുശുമ്പിൽ യാമി അവളെ തെല്ലൊരു ചൊടിയോടെ തിരിഞ്ഞു നോക്കിപ്പോയി. പിന്നെ അങ്ങോട്ട് പരിഭവം നിറഞ്ഞൊരു കാത്തിരിപ്പ് തന്നെയായിരുന്നു യാമി. പിണങ്ങരുത്, തന്നെ പരിഗണിക്കാത്തതിൽ പരാതി പറയരുത് എന്നൊക്കെ മനസ്സിൽ ഇടയ്ക്കിടെ തീരുമാനം എടുക്കുമെങ്കിലും പലപ്പോഴും ഹൃദയം അതെല്ലാം മറന്നുപോകും. ഓഫീസൊക്കെ ഇഷ്ടമായോ മോക്ക്? എല്ലാവരെയും പരിചയപ്പെട്ടോ? രാത്രി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കെ സുഭദ്രാമ്മ യാമയോട് ചോദിച്ചു. യാമ അവരെ നോക്കി ഒന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ അത്രയും വലിയ കമ്പനിയും നിറയെ സ്റ്റാഫുകളെയും ഒക്കെ കാണാൻ യാമി ശരിക്കും പകച്ചു പോയിരുന്നു. തൻ്റെ അച്ഛനും ബിസിനസ് ആണെങ്കിൽ കൂടി ഒരിക്കൽ പോലും അവൾ ആ കമ്പനിയിലേക്കൊന്ന് പോയി നോക്കിയിട്ട് പോലുമില്ല. എന്തിനേറെ അവിടെയുള്ളവർക്ക് തന്നെ കണ്ടാൽ അറിയുമെന്ന് പോലും സംശയമാണ്. ഇത് പക്ഷേ അഭിയേട്ടനും മജുവേട്ടനും ഒപ്പം അവരിൽ ഒരാളായി അവർക്കിടയിൽ നിന്നപ്പോൾ ശരിക്കും ചെറിയൊരു സന്തോഷം തോന്നാതിരുന്നില്ല എന്നതാണ് സത്യം. കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അഭിയോട് ചോദിച്ചാൽ മതി, വേറെ ടെൻഷനൊന്നും വേണ്ട. ശേഖരൻ അവളെ നോക്കി സൗമ്യമായി എന്നാൽ ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞതും യാമി വേഗം ശരിയെന്ന് തലയാട്ടി. പുറമെ ഇത്തിരി ഗൗരവം ഭാവിച്ചാലും ശിവ വരില്ലെന്ന് പറഞ്ഞ കമ്പനിയിൽ അവൻ്റെ ഭാര്യയെ എത്തിച്ചു എന്ന സന്തോഷത്തിലാണ് ശേഖരൻ. അതുപോലെ തൻ്റെ പ്ലാനുകൾ നടപ്പിലാക്കാൻ യാമി തങ്ങൾക്കൊപ്പം വേണമെന്ന് വളരെ ഈസിയായി സാധിച്ചു കിട്ടിയ സന്തോഷത്തിൽ അജുവും അവർക്കിടയിൽ നിശബ്ദമായി ഇരുന്നു. രാത്രിയിലെ സംസാരം ഒത്തിരി നേരം നീണ്ടു നിന്നു. അഭിയും അജുവും അനിയേട്ടനും തനുവും യാമയും കുഞ്ഞോളും എല്ലാവരും കൂടിയിരുന്ന് ഏറെ നേരം സംസാരിച്ചിരുന്നു. വിഷയം കുഞ്ഞോളുടെ വിവാഹവും യാമിയുടെ ഓഫീസിൽ പോക്കുമൊക്കെ ആയിരുന്നു. രാത്രി 11 മണിയോടെയാണ് യാമി റൂമിലേക്ക് പോയത്. ശിവ ഇതുവരെ വന്നിട്ടില്ല. ഇന്നലത്തെ പോലെ 12 മണിയാകുമെന്ന് തോന്നിയതും അവൾ മേല് കഴുകി വെറുതെ കുറച്ചു നേരം കിടന്നു. എന്നാൽ അടുക്കളയെല്ലാം ഒതുക്കി സരസ്വതിയമ്മ കിടക്കാനായി പോകാൻ നിൽക്കുമ്പോഴാണ് അടുക്കളവാതിലിൽ ഒരു തട്ട് കേട്ടത്. ശിവയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഹാളിൽ ഇരിക്കുന്ന ശേഖരനെ ഒന്ന് നോക്കിക്കൊണ്ട് സരസ്വതിയമ്മ അവന് വാതിൽ തുറന്നു കൊടുത്തു. സരസ്വ കിടന്നില്ലേ? വാതിൽ തുറന്നതും സരസ്വതിയമ്മയുടെ കവളിൽ ഒന്ന് നുള്ളിക്കൊണ്ടൊരു ചോദ്യത്തോടെ ശിവ അകത്തേക്ക് കടന്നു. കഴിക്കാനെടുക്കട്ടെ കുഞ്ഞെ? ഹാളിൽ ഇരിക്കുന്ന അച്ഛനെ ഒന്ന് നോക്കി പെട്ടെന്ന് മുഖം താഴ്ത്തി അലസമായി പടികൾ കയറുന്നവനെ നോക്കി സരസ്വതിയമ്മ ചോദിച്ചു. വേണ്ട. ശിവ അത്രമാത്രം പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കടന്നതും റൂം മൊത്തം ഇരുട്ടായിരുന്നു. അവൻ പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്ത് ചുറ്റുമൊന്ന് നോക്കി. ബെഡിൻ്റെ ഒരു സൈഡിൽ മൂടി പുതച്ച് കിടക്കുന്നവളെ കണ്ടതും അവൻ അവളെ അലസമായി ഒന്ന് നോക്കിക്കൊണ്ട് കയ്യിലെ വാച്ചും പോക്കറ്റിലെ പേഴ്സും മൊബൈലും എല്ലാം എടുത്ത് സൈഡ് ടേബിളിലേക്ക് വെച്ച് ബാത്റൂമിലേക്ക് കയറി. റൂമിൽ ലൈറ്റ് തെളിഞ്ഞറിഞ്ഞാണ് യാമി കണ്ണു തുറക്കുന്നത്. തൊട്ടു പിന്നാലെ ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദവും കേൾക്കാം. ശിവ വന്നോ? ശിവ ശിവ. സമയം 11:30 ആയതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ശിവ തന്നെയാണോ ബാത്റൂമിൽ ഉള്ളത് എന്നൊരു സംശയത്തോടെ യാമി അല്പം ശബ്ദത്തിൽ വിളിച്ചു നോക്കി. കിടന്നലറാതെ പെണ്ണെ, എന്താ? ശിവ തൊല്ലൊരു ഈർഷ്യത്തോടെ ചോദിക്കുന്നതിനൊപ്പം ബാത്റൂമിൽ നിന്നും ഇറങ്ങി. ഷർട്ടിടാതെ ഒരു മുണ്ട് മാത്രമാണ് അവൻ്റെ വേഷം. കൈയും മുഖവും ഒക്കെ കഴുകി വന്നതാണെന്ന് തോന്നുന്നു. മുഖവും കഴുത്തിലുമൊക്കെ ഇപ്പോഴും ഒരു നനവുണ്ട്. ഷർട്ടിടാതെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയവനെ കാണാൻ യാമി ചെറിയൊരു പതർച്ചയോടെ അവനിൽ നിന്നും നോട്ടം മെല്ലെ മാറ്റി. എന്തേ, ഒന്നും പറയാനില്ലേ?
ഇത്രയും നേരം ശിവ ശിവാന്നും വിളിച്ചുകൊണ്ടിരുന്നവൾ താൻ പുറത്തേക്ക് വന്നത് കണ്ട് ഒന്നും മിണ്ടുന്നില്ലെന്ന് കാണെ ടവൽ വെച്ച് കഴുത്തിലും നെഞ്ചിലുമൊക്കെ മെല്ലെ ഒപ്പിക്കൊണ്ടവൻ ചോദിച്ചു. എന്ത്? പെട്ടെന്നുണ്ടായ ആ വെപ്രാളത്തിൽ എന്താ പറയേണ്ടതെന്നറിയാതെ യാമി അവനെ നോക്കി ചോദിച്ചു. എന്ത് പറയാനാടി മാമി നീ കിടന്ന് ശിവാന്ന് വിളിച്ചു കൂവിയത്? ശിവ ഒരു കണ്ണുരുട്ടലോടെ അവൾക്ക് നേരെ തിരിഞ്ഞതും യാമിയുടെ കണ്ണുകൾ ഉടക്കിയത് അവൻ്റെ ദൃഢമായ വിരിഞ്ഞ നെഞ്ചിൽ പിങ്ക് നിറത്തിൽ കാണുന്ന ആ മുറിവിൻ്റെ പാടിലേക്കായിരുന്നു. ഡി താൻ ഒച്ചയിട്ടിട്ടും ആകെ കിളിപോയപ്പോൾ നിൽക്കുന്നവളെ കാണാൻ ശിവ ശബ്ദം ഇത്തിരി കൂട്ടി വിളിച്ചതും യാമി ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ? അവളൊരു പരുങ്ങലോടെ എന്ന തന്നോട് അവൻ കാണിക്കുന്ന ദേഷ്യം ഒട്ടും ഇഷ്ടപ്പെടാതെ ഒരു ചോദ്യോടെ ചോദിച്ചു. എന്തിനാ വിളിച്ചതെന്ന് നിനക്ക് ചെവി കേൾക്കില്ലേ? ശിവ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മേശക്കരികിലേക്ക് ചെന്ന് അതിൽ നിന്നും ഓൾമെൻ്റ് എടുത്തുകൊണ്ട് ചോദിച്ചു. ആ അത് നീയാണോ വന്നതെന്ന് അറിയാൻ വിളിച്ചു നോക്കിയതാ. അല്ല നീ എന്താ നേരത്തെ? യാമി ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. ഇതേ എൻ്റെ വീടാ. ചിലപ്പോൾ നേരത്തെ വരും, മറ്റു ചിലപ്പോൾ വൈകി വരും, ഇനി ചിലപ്പോൾ തീരെ വന്നില്ലെന്നും വരും. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ശിവ കസേരയിലേക്കിരുന്ന് മുറിവിൽ ഓൾമെൻ്റ് പുരട്ടിക്കൊണ്ട് അവളോട് ചോദിച്ചു. ഞാൻ ആരാന്നോ? നിന്റെ ഭാര്യയല്ലേ ഞാൻ, മറന്നോ? അവൻ്റെ ദേഷ്യം കൂട്ടാനായി അവൾ വെറുതെ ചോദിച്ചു. ആ മറന്നു. ശിവ അലസമായി പറഞ്ഞുകൊണ്ട് അവൻ ചെയ്യുന്നത് തുടർന്നു. ഞാൻ പുരട്ടി തട്ടിയത്. താൻ പറഞ്ഞത് കേട്ട് പ്രതീക്ഷിച്ച പോലെ അവൻ ദേഷ്യം പിടിച്ചില്ല എന്ന് കണ്ടതും യാമി അല്പം സൗമ്യമായി അവനോട് ചോദിച്ചു. എനിക്ക് 2 കൈയുണ്ട്. അതൊടിഞ്ഞ് കിടപ്പിലാവുമ്പോൾ ഈ വീട്ടിൽ നീയല്ലാതെ മറ്റാരില്ലെന്ന അവസ്ഥ വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ വന്നൊന്ന് പുരട്ടി തന്നാൽ മതി, ഇപ്പോൾ വേണ്ട. ശിവ ഇത്തിരി ദേഷ്യഭാവത്തോടെ തന്നെ പറഞ്ഞു. അയ്യ, അങ്ങനെ നിനക്ക് തോന്നുമ്പോൾ വിളിച്ചാൽ ഓടി വന്ന് സഹായിക്കാൻ വേലയും കൂലിയും ഇല്ലാതെ നടക്കുമല്ല ഞാൻ. ഓ പാവല്ലേ എന്ന് കരുതി ഒന്ന് സഹായിക്കാമെന്ന് വെച്ചപ്പോൾ ഒടുക്കത്തെ ജാടയിരുന്നു. നീ ആരെന്നാ നിന്റെ വിചാരം? യാമി ചൊടിയോട് അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ചോദിച്ചതും ശിവ അവളെ നോക്കി ഭാവമാറ്റമില്ലാതെ അങ്ങനെ ഇരുന്നു. ഇനി നീ നോക്കിക്കോ, കൈയും കാലും ഒടിഞ്ഞ് പച്ചവെള്ളം കിട്ടാതെ നീ ഇവിടെ കിടന്നാലും ഈ യാമിയുടെ കൈ കൊണ്ടൊരു തുള്ളി പച്ചവെള്ളം കിട്ടില്ല. അവളെ നോക്കി ഇരിക്കുന്നവൻ്റെ 2 കവളിലും ഓരോ തോണ്ടിക്കൊണ്ടവൾ ഭീഷണി പോലെ പറഞ്ഞതും പെണ്ണിൻ്റെ അപ്പോഴത്തെ ആ ഭാവവും പ്രവൃത്തിയുമെല്ലാം കാണെ ശിവയുടെ ചുണ്ടിൽ അറിയാതൊരു ചിരി വീഴാനൊരുങ്ങി നിന്നു. അവനത് അതിവിദഗ്ധമായി അവൾ കാണാതെ മുഖമെല്ലാം ഒന്ന് ചെരിച്ചുകൊണ്ട് പതിവ് കൂസലില്ലായ്മയോടെ അവളെ നോക്കിയിരുന്നു. 3-4 പെണ്ണുങ്ങൾ പിന്നാലെ വരുന്നതിൻ്റെ ജാട നിനക്ക്. പക്ഷെ പൊന്നു മോനെ ശിവരുതേ, ആ പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ, നിൻ്റെ ഈ തൊലിവെളുപ്പും പാറമ്പുറം പോലെയുള്ള വിരിഞ്ഞ നെഞ്ചും പിന്നെ കരടി നെയ് പുരട്ടി നീ വളർത്തിയെടുത്ത ഈ ഓഞ്ഞ താടിയും നിൻ്റെ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡും കണ്ടിട്ട് വരുന്നതാ. പക്ഷെ ഒരു ദിവസം കൂടി നിന്ന് അവർക്ക് നിൻ്റെ ഈ മനുഷ്യത്തില്ലാത്ത മനസ്സും മനസ്സാക്ഷിയില്ലാത്ത പെരുമാറ്റവും മനസ്സിലാവും. മനസ്സിലായ പിറ്റേന്ന് നേരം വെളുക്കും മുന്നേ അവളുമാരൊക്കെ നാട് വിടും. ഞാനാ പറയുന്നത്. അന്ന് നിൻ്റെ ഈ അഹങ്കാരം തീരും, അന്നേ തീരും, നോക്കിക്കോ. വല്ലാത്തൊരു ചങ്കൂറ്റത്തോടെ ശിവയുടെ മുന്നിലേക്ക് പറ്റാവുന്നത്ര നീങ്ങിച്ചെന്ന് ചൂണ്ടുവിരലാൽ അവൻ്റെ കവളിൽ കുഴിയും വിധം അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിക്കൊണ്ടവൾ പറഞ്ഞതും ശിവ ഒരക്ഷരം മിണ്ടാതെ അവളെ നോക്കിയിരുന്നു. ഒരു ബ്ലാക്ക് ചുരിദാറാണ് അവളുടെ വേഷം. സിൽക്ക് പോലെ നീണ്ട മുടിയിഴകൾ കെട്ടിവയ്ക്കാതെ അഴിച്ചിട്ടിരിക്കുന്നു. ഷാൾ കഴുത്തിലില്ലാത്തതുകൊണ്ട് ചുരിദാറിൻ്റെ കഴുത്തൽപ്പം വൈഡായതുകൊണ്ടും അവളുടെ നീണ്ടു മെലിഞ്ഞ കഴുത്തും കഴുത്തിലെ കുഞ്ഞു താലിയും കാണാം. അവിടുന്ന് ഒരൽപ്പം കണ്ണ് താഴ്ത്തിയാൽ അത്രമേൽ അഴകാർന്ന അവളുടെ നെഞ്ചുയരവും കാണാം. ആ ടോപ്പിന് അവിടെ ആ ഭാഗത്തായി 2 ഹുക്കുണ്ട്. അതിലൊന്ന് അഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ നന്ദി നേർന്ന ചുവപ്പ് നിറമുള്ള അവളുടെ മാറിടുക്കിൻ്റെ തുടക്കം വ്യക്തമായി കാണാം. ഒരു തവണ അവിടെ അവൻ്റെ കണ്ണുകൾ ഉടക്കിയെങ്കിലും പിന്നീട് ആ കണ്ണുകൾ അറിയാതെ പോലും അങ്ങോട്ടേക്ക് നോക്കിയില്ല. പകരം അവൻ നോക്കിയത് മുഴുവൻ അവളുടെ മുഖത്ത് പ്രകടമാകുന്ന ഓരോ ഭാവങ്ങളാണ്. എന്തോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ ഇഷ്ടമോ അത് പ്രണയമോ എന്തെന്നറിയാത്തൊരു വികാരം കണ്ണുകളിലൂടെ അവൻ്റെ ഹൃദയത്തിൽ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. എന്താ നോക്കുന്നേ? നിനക്കൊന്നും പറയാനില്ലേ? നാവിറങ്ങിപ്പോയോ നിൻ്റെ? അതോ പേടിച്ചു പോയോ? നീ പറയുന്നതൊക്കെ കേട്ട് ഞാൻ മിണ്ടാതെ നിന്നപ്പോൾ എപ്പോഴും ഞാനങ്ങനെ വാപ്പൊത്തി നിൽക്കുമെന്ന് കരുതിയോ? പറ, കരുതിയോ? ശിവ ഒന്നും മിണ്ടാതെ അവളുടെ വാക്കുകൾ കേട്ട് മുന്നിൽ കീഴടങ്ങിയതുപോലെ ഇരിക്കുന്നത് കണ്ടതും യാമയ്ക്ക് എവിടെ നിന്നൊക്കെയോ ഒരാവേശം വന്നു. അവൻ്റെ കവളിലും മൂക്കിൻ തുമ്പിലുമൊക്കെ തോണ്ടി ഒരു വീരഗാഥ പറയും പോലെ അവൾ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ മെല്ലെ കയ്യിലുള്ള ഓൾമെൻ്റ് മേശവലിപ്പിലേക്ക് വെച്ച് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റതും മുന്നോട്ട് തള്ളിക്കയറി സംസാരിച്ചു വന്നവൾ ആ സെക്കൻഡ് നിശബ്ദമായി പിന്നോട്ട് നീങ്ങി നിന്ന് പോയി. മാമിയുടെ ഈ ചങ്കൂറ്റി എനിക്കിഷ്ടമായി. കൊള്ളാം. പെൺപിള്ളാരായ ഇത്തിരി തൻ്റെടൊക്കെ വേണം. കീപ് ഇറ്റ് അപ്പ്.
പിന്നോട്ട് നീങ്ങിയവളുടെ അടുത്തേക്ക് ചെന്ന് ബെഡിൽ കിടന്ന അവളുടെ ഷാളെടുത്ത് വെറുതെ അവളുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. ഒപ്പം കബോർഡിനടുത്തേക്ക് വന്ന് കബോർഡിൽ നിന്നും ഒരു ടീഷർട്ട് എടുത്തിട്ടു. യാമിക്ക് പക്ഷേ അവൻ്റെ ആ പ്രവൃത്തി എന്തിനെന്ന് പോലും മനസ്സിലായില്ല. വാൾപ്പായിട്ട് കഴിഞ്ഞെങ്കിൽ ഉണ്ണിയാർച്ച ചെന്ന് കിടക്കാൻ നോക്ക്. ലൈറ്റ് ഓഫ് ചെയ്യണ്ട, എനിക്കിത്തിരി വർക്കുണ്ട്. ശിവ ശാന്തമായൊരു ഭാവത്തിൽ പറഞ്ഞതും താൻ ഇത്രയും നേരം നാവിട്ടലച്ചത് മറ്റാരോടോ ആണെന്ന് തോന്നിപ്പോയി യാമിക്ക്. അല്ലെങ്കിലും ഈ വെട്ടുപോത്തിന് പല നേരത്തും പല സ്വഭാവമാണ്. അവൾ പെറുപെരുത്തു. ശിവ അവൻ്റെ ലാപ്പ് എടുത്ത് ടേബിളിലേക്ക് വെച്ച് അതിനു മുന്നിലേക്ക് കസേര വലിച്ചിട്ടിരിക്കാൻ തുടങ്ങിയതും യാമ അവൻ്റെ തൊട്ടടുത്ത് പോയി നിന്നു. അവൾ വന്നു നിന്നത് അറിഞ്ഞെങ്കിലും ശിവ ഒന്നും മിണ്ടാതെ എന്തോ കാര്യമായ ജോലിയിൽ മുഴുകി. അവൻ ദേഷ്യമൊന്നുമില്ലാതെ നല്ല മൂഡിലാണെന്ന് കണ്ടതും യാമ കുറച്ചുകൂടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. വെറുതെ ലാപ്പിലേക്കൊന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു കരാറോ മറ്റോ ആർക്കോ മെയിൽ ചെയ്യുകയാണവൻ. ശിവ, യാമ അവൻ്റെ തോളിൽ മെല്ലെ ഒന്ന് തോണ്ടി. പറ. ശിവ ലാപ്പിൽ നിന്നും നോട്ടം മാറ്റാതെ അവളോട് പറഞ്ഞു. ഞാനിന്ന് എങ്ങോട്ടോ പോയെന്ന് നിന്നോട് അൻവി പറഞ്ഞില്ലേ? യാമ അവൻ്റെ ടീഷർട്ടിൻ്റെ കോളറിൽ മെല്ലെ നുള്ളി വലിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ശിവ പെട്ടെന്ന് പറഞ്ഞു. ഇല്ലേ? അൻവി പറഞ്ഞല്ലോ ഞാൻ എങ്ങോട്ടോ പോയെന്ന് ചോദിച്ചപ്പോൾ പുറത്തു പോയതാണെന്ന് പറഞ്ഞ്. പെട്ടെന്നൊരു ആവേശത്തിൽ യാമി ലാപ്പിൽ നോക്കി നിൽക്കുന്നതിൻ്റെ മുഖം അവൾക്ക് നേരെ തിരിച്ചുകൊണ്ട് ചോദിച്ചതും വല്ലാത്തൊരു ദേഷ്യത്തോടെ ശിവ അവളെ നോക്കിപ്പോയി. സോറി, ഞാൻ പെട്ടെന്നൊരു നീ നിൻ്റെ വർക്ക് കഴിയട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം. ചെയ്തത് തെറ്റാണെന്നൊരു ബോധം വന്നതുകൊണ്ടും അവൻ്റെ മുഖത്ത് അത്രയും ദേഷ്യം ഉള്ളതുകൊണ്ടും യാമി ഒരു പരുങ്ങലോടെ അവനോട് പറഞ്ഞുകൊണ്ട് വേഗം ബെഡിൽ പോയി ഇരുന്നു. ഇങ്ങോട്ട് വന്ന് പറയാൻ വന്നത് പറഞ്ഞിട്ട് പോടി മാമി. ശിവ അവളെ അവൻ്റെ അടുത്തേക്ക് തന്നെ വിളിച്ചു. വേണ്ട ശിവ, നിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് മതി, യാമി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞു, നീ പറ, ശിവ ഒരൽപ്പം സൗമ്യമായി പറഞ്ഞു. എന്നിട്ടാണോ നീ എന്നെ കഴുകൻ നോക്കുന്ന പോലെ നോക്കിയേ? യാമി ചൊടിയോടെ ചോദിച്ചതും ശിവ അവളെ നോക്കി പല്ല് ഞെരിച്ചു പോയി. ഒരു ഇഞ്ചൊന്ന് താഴ്ന്നു തന്ന അപ്പോൾ തലയിൽ കയറിയിരുന്ന് മുടി വെട്ടും പെണ്ണ്. നീ പറയുന്നോ അത് ഞാൻ പറയിപ്പിക്കണോ? അവൻ ലാപ്പിന് മുന്നിൽ നിന്നും അവളുടെ നേർക്ക് കസാല തിരിച്ചിട്ടിരുന്നു കൊണ്ട് ചോദിച്ചു. നീ റൂമിൻ്റെ വാടക എത്രയാ പറഞ്ഞിരുന്നേ? യാമി ചോദ്യത്തോടെ അവനെ നോക്കി. 10,000. പിന്നെ ഈ വെറുപ്പിക്കുന്നതിൻ്റെ ക്യാഷ് വേറെയും വേണം. എന്തേ? ശിവ മൂർച്ചയോടെ അവളെ നോക്കി ചോദിച്ചു. ആ, അതൊന്നും കിട്ടില്ല. ആഹാ, അതൊന്നും കിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഇത്തിരി വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ നീ അതിൻ്റെ മുതലും പലിശയും കൂട്ടുപലിശയും ചേർത്ത് തന്നെ വെറുപ്പിക്കുന്നുണ്ട്. പിന്നെ വാടക, അത് ഞാൻ അടുത്ത മാസം മുതൽ തരാം. എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. വളഞ്ഞും മൂക്ക് പിടിക്കുക എന്നൊക്കെ പറയും പോലെ യാമി ചുറ്റി വളഞ്ഞൊരു വിധം അവനോട് കാര്യം പറഞ്ഞു. ജോലിയോ? എന്ത് ജോലി? ശിവ സംശയത്തോടെ അവളെ നോക്കി. അങ്ങനെ ഇന്ന പോസ്റ്റ് എന്നൊന്നും ഇല്ല, ഒരു കമ്പനിയുടെ ആളിനോ എന്നൊക്കെ വേണേൽ പറയാം. യാമി അല്പം പരുങ്ങലോടെ തന്നെ പറഞ്ഞു. ഏത് കമ്പനിയുടെ? ശിവയുടെ കണ്ണും കാതും അവൾക്ക് നേരെ കൂർത്തു. എൻ്റെ അമ്മായച്ചൻ്റെ കമ്പനിയിൽ. യാമി താഴ്ന്നൊരു സ്വരത്തിൽ പറഞ്ഞതും ശിവയുടെ മുഖം ഒക്കെ ആകെ മാറി. അപ്പോൾ നിന്റെ പഠിക്കാനുള്ള മോഹമൊക്കെ തീർന്നോ? ശിവ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് നേരെ ചെന്നു. യാമി വേഗം ബെഡിന് നടുഭാഗത്തേക്ക് കയറിയിരുന്നു. അതൊന്നും അങ്ങനെ വിട്ട് കളയില്ല, ഡിസ്റ്റൻസായി പഠിക്കാമെന്ന് കരുതി, അതാ. തന്നെ ഉറ്റുനോക്കുന്നവനെ നോക്കി അവൾ പതറാതെ പറഞ്ഞു. ഓ, അത്രയ്ക്കൊക്കെ ബുദ്ധിയുണ്ടോ നിനക്ക്? ഞാൻ അറിഞ്ഞില്ല. അല്ല, ആരാ നിനക്കിപ്പോൾ ഈ ജോബ് ഓഫർ മുന്നോട്ട് വെച്ചത്? നിൻ്റെ അമ്മായച്ചനോ അതോ അബിയോ? അവനൊരു പുച്ഛഭാവത്തോടെ ചോദിച്ചു. ഞാനിവിടെ വെറുതെ ഇരിക്കില്ലെന്ന് കരുതി അബേട്ടൻ പറഞ്ഞതാ. ഇന്ന് ഞാൻ അവരുടെ കൂടെ കമ്പനിയിൽ പോവുകയും ചെയ്തു. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. നാളെയും പോകണം. അവൻ്റെ ആ പരിഹാസം തീരെ പിടിക്കാത്ത പോലെ അവൾ അവനെ നോക്കി പറഞ്ഞു. തോന്നില്ല. അല്ല, ഇപ്പോൾ ഒരു ജോലിയുടെ അത്യാവശ്യം എന്താ നിനക്ക്? ഈ റൂമിന് ഞാൻ പറഞ്ഞ വാടക തരാനാണോ? മുഖത്ത് അത്രയും ഇഷ്ടികേട് നിറച്ചു കൊണ്ടവൻ ചോദിച്ചു. അതും ഒരാവശ്യമാണ്. യാമി പെല്ലെ പറഞ്ഞതും ഉടുത്തിരുന്ന മുണ്ടും മടക്കി കുത്തി ശിവ നേരെ കബോർഡ് തുറന്ന് അതിൽ നിന്നും ഒരു ഫയലെടുത്ത് ഒരു ATM കാർഡും ചെക്ക് ബുക്കും അവളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തു. കാശല്ലേ നിനക്ക് ആവശ്യം? അതിലുണ്ട്, കഴിവെച്ചോ. എന്നിട്ട് ആവശ്യം വരുമ്പോൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ. ശിവ വല്ലാത്തൊരു ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. അങ്ങനെ നീ അധ്വാനിച്ചുണ്ടാക്കിയ കാശൊന്നും എനിക്ക് വേണ്ട. ഇപ്പോൾ നിൻ്റെ അച്ഛനോടുള്ള ദേഷ്യത്തിൽ നീ ഇതൊക്കെ എനിക്ക് തരും, അതെനിക്കറിയാം. പക്ഷേ ഈ തരുന്ന പോലെ തന്നെ അതിൻ്റെ കണക്കും നീ പറയും, അതും എനിക്കറിയാം. യാമി അവനെ നോക്കി ശബ്ദം കുറച്ച് മെല്ലെ പറഞ്ഞതും ശിവയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു പോയിരുന്നു. അതിന് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നിനക്ക് ആര് തരുന്നു? അങ്ങനെ തരാൻ മാത്രം നീ എൻ്റെ ആരാ? വായിക്കാൻ അറിയില്ലേ? കണ്ണു തുറന്നു നോക്ക്. അത് നിൻ്റെ തന്ത നിനക്ക് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കിയതാ,
അല്ലാതെ എൻ്റേതല്ല. ശിവ കലിയോടെ പറഞ്ഞതും യാമി ഒരു ഞെട്ടലോടെ അവൻ എറിഞ്ഞു തന്നതിലേക്കൊന്ന് നോക്കി. ശരിയാണ്, ഇതെല്ലാം തൻ്റേതാണ്. പക്ഷേ യാമി രവീന്ദ്രൻ എഴുതി കണ്ടിടത്തെല്ലാം യാമി ശിവരുത് എന്നാണുള്ളത്. ഒപ്പം ചെക്ക് ബുക്കിൽ പകുതി സ്ലിപ്പും ശിവ സൈൻ ചെയ്തിട്ടുമുണ്ട്. യാമി ശിവരുത്. അവൾ ആ പേര് 1000 തവണ മനസ്സിൽ പറഞ്ഞു നോക്കി. എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. എങ്കിലും ഇതൊക്കെ എപ്പോൾ എന്നൊരു അവിശ്വസനീയതയും അവളിലുണ്ട്. താൻ കൊടുത്ത കാർഡ് നോക്കി അനക്കമില്ലാതെ ഇരിക്കുന്നവളുടെ മുന്നിലേക്ക് വന്നു നിന്നു ശിവ. യാമയല്ലേ അവനെ മുഖമുയർത്തി നോക്കി. നീ കരുതും പോലെ അവരോടൊപ്പമുള്ള കമ്പനിയിൽ പോകും അവിടുത്തെ കാര്യങ്ങൾ നോക്കലും അത്ര എളുപ്പമുള്ളതല്ല. ഞാൻ നിന്റെ നല്ലതിനാ പറയുന്നത്. അവരുടെ കാര്യത്തിൽ അധികം ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇപ്പോൾ തലയിൽ കയറ്റി വെക്കുന്നവരാരും എപ്പോഴും അങ്ങനെ വെക്കില്ല. ശരിക്കും ആലോചിക്ക്. ഇതിൽ കൂടുതൽ ഞാൻ നിനക്കൊന്നും പറഞ്ഞു തരില്ല. പിന്നെ നിനക്കും അവർക്കും ഇടയിൽ ഒരു പ്രശ്നം വന്നാൽ അതിൽ ഇടപെടാൻ ഞാൻ നിൽക്കില്ല. ഇവിടെ നിന്നും മോങ്ങാനല്ലാതെ മാമി നിന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല. ഞാനാ പറയുന്നത്. അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അത്രയും കാര്യമായി അവൻ പറഞ്ഞതും ഉള്ളിൻ്റെ ഉള്ളിൽ യാമി ശരിക്കും ഒരു പേടി തോന്നി. ഞാൻ അവരോട് ജോലിക്ക് വരാമെന്ന് പറഞ്ഞുപോയി. ഇനി വാക്ക് മാറ്റാൻ പറ്റില്ല. യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചെറിയൊരു വല്ലായ്മയോടെ പറഞ്ഞു. എന്നാൽ എൻ്റെ മോള പറഞ്ഞ വാക്കും കെട്ടിപ്പിടിച്ചിവിടെ നിന്നോ. എനിക്കുറങ്ങണം. ശിവ ദേഷ്യത്തോടെ ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടന്നു. യാമിക്ക് കിടന്നിട്ട് ഉറക്കമേ വന്നില്ല. അതെന്ത് ശിവ ഇങ്ങനെയൊക്കെ പറയുന്നത്? അഭിയേട്ടനും അച്ഛനുമൊക്കെ തന്നെ എന്ത് കാര്യമായിട്ടാണ് നോക്കുന്നത്? ആകെ ഒരു ശല്യം അത് ആജുവേട്ടനാണ്. പിന്നെ ദേഹോപദ്രവം ഇല്ലാത്തതുകൊണ്ട് വലിയ കാര്യമാക്കുന്നില്ല എന്ന് മാത്രം. പക്ഷെ ശിവ ഇങ്ങനെ പറയുമ്പോൾ അതിൽ കാര്യമില്ലാതെ ഇരിക്കില്ല എന്നും ഒരു തോന്നൽ. യാമി വല്ലാത്ത ചിന്താക്കുഴപ്പത്തിലായി. ശിവ. ആലോചനകൾ കാട് കയറി തുടങ്ങിയതും യാമി അരികെ കിടക്കുന്നവനെ ഒന്ന് വിളിച്ചു. ശിവ പക്ഷേ ആ വിളി കേട്ടെങ്കിലും ഒന്നും മിണ്ടിയില്ല. ശിവ. യാമി പിന്നെയും വിളിച്ചു. ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചോ? ശിവ സ്വരം കടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഞാൻ ജോലിക്ക് വരുന്നില്ലെന്ന് അവരോട് പറയാം. പക്ഷേ അങ്ങനെ പറയണമെങ്കിൽ നീയും അച്ഛനും തമ്മിൽ എന്താ പ്രശ്നമെന്ന് എന്നോട് പറയണം. എന്നാൽ ഞാൻ ജോലി വേണ്ടെന്ന് വയ്ക്കാം. പറയൂ നീ. പോകുന്ന വഴിക്കൊരേറെ എന്ന് പറയും പോലെ യാമി വെറുതെ ഒന്ന് തോണ്ടി നോക്കി. എങ്ങാനും പറയാൻ തോന്നിയാലോ? പറ ശിവ, എന്നോട് പറയൂ നീ. മറുപടി പറയാതെ കിടക്കുന്നവൻ്റെ കയ്യിൽ പിടിച്ചു കുലുക്കിക്കൊണ്ടവൾ ചോദിച്ചതും അവൻ അവളുടെ കൈ പിടിച്ച് പെട്ടെന്നൊരൊറ്റ തീച്ചലായിരുന്നു. യാമി വേദന കൊണ്ട് പൊളഞ്ഞുപോയി. അയ്യോ എൻ്റെ കൈ. ശിവ വിട്ടേ. നീ പറയണ്ട. എനിക്കൊന്നും അറിയണ്ട. വിട്. ദേ നോക്ക്, എനിക്ക് ശരിക്കും തോന്നുന്നുണ്ടേ. യാമി വാവിട്ട് കരഞ്ഞുപോയി. വിട്ടേ ശിവ. എനിക്കറിയണ്ട. ഞാൻ വെറുതെ ചോദിച്ചതാ. ദേ എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട്. വിടടാ പ്ലീസ്. അപ്പോൾ നിനക്കറിയണ്ടേ ഒന്നും? അവൻ അവളെ അവൻ്റെ അരികിലേക്ക് വലിച്ചു കിടത്തിക്കൊണ്ട് ചോദിച്ചു. വേണ്ട. യാമി വേദന കൊണ്ട് പിടഞ്ഞുപോയി. ഉറപ്പല്ലേ? ഇനി ഇത് നീ ചോദിക്കില്ലല്ലോ? ശിവയുടെ മുഖം അവളുടെ മുടിയിലും കാതിലുമായി തൊട്ടൊരുമി. തന്നോട് ചേർന്നു നിൽക്കുന്ന അവളുടെ സാമീപ്യം അവൻ്റെ ചുണ്ടിൽ ഒതുക്കി വെച്ചൊരു ചിരിയും നെഞ്ചിൽ ഇന്നുവരെ ഇല്ലാത്തൊരു പിടപ്പുമായിരുന്നു. ഇല്ല, ചോദിക്കില്ല. എനിക്ക് തോന്നുന്നുണ്ടടാ. വിട് പ്ലീസ്. യാമി അവനോട് കെഞ്ചി. അപ്പോൾ കമ്പനിയിൽ പോകുന്ന കാര്യമോ? അതെന്ത് തീരുമാനിച്ചു? കയ്യിലെ പിടി ഒരല്പം മായ്ച്ച് എന്ന അവളെ വിട്ടയക്കാതെ ചോദിച്ചു. ഞാൻ വാക്ക് പറഞ്ഞു പോയില്ലേ. കുറച്ച് ദിവസം പോയിട്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞ് പോകുന്നില്ലെന്ന് പറഞ്ഞോളാം. പോരെ? തന്നോട് ചേർന്ന് നിൽക്കുന്നവനെ നോക്കാതെ തെല്ല് വീർത്ത മുഖത്തോടെ അവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി തെളിഞ്ഞു. പിന്നെ? ശിവമുഖം ഒരല്പം കൂടെ അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെന്താ? യാമി മനസ്സിലാവാതെ അവനെ ഒന്ന് തിരിച്ചു നോക്കി. പിന്നെ ഇനി എൻ്റെ പാറുവിനെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കരുത്. ശിവ അവളെ നോക്കി കണ്ണൊന്ന് കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പാറുവിൻ്റെ പേര് കേട്ടതും യാമിയുടെ മുഖം നിമിഷ നേരം കൊണ്ടാണ് ദേഷ്യത്തിൽ ചുവന്നത്. അവൾ അവൻ അതേ ദേഷ്യത്തോടെ തന്നെ ഉറ്റുനോക്കി. നടക്കോ? ദേഷ്യം നിറഞ്ഞ യാമിയുടെ മുഖത്തേക്ക് നോക്കി ശിവ ചോദിച്ചു. നടക്കും. അയ്യ, നീയും നിൻ്റെ ഒരു കൂറും. ദേ നോക്ക്, ഞാനും നീയും. നിനക്ക് നിൻ്റെ കാര്യം പറയാം, എനിക്ക് എൻ്റെ കാര്യം പറയാം. അല്ലാതെ കണ്ട പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നാൽ എൻ്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി അത്രയും ചൂടിയോടെ പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? അല്ല, ഈ മാറി വരുന്ന സ്വഭാവം എങ്ങനെയാ? ഇതിലും ബെറ്ററാണോ അതോ ലോ ആണോ? ശിവ ഭാവഭേദമന്യേ അവളെ നോക്കി ചോദിച്ചു. അത് നിനക്കപ്പം മനസ്സിലാവും. ഇപ്പം ഇങ്ങോട്ട് ഒട്ടി ഒട്ടി വരാതെ അങ്ങോട്ട് നീങ്ങിക്കിടക്ക്. എനിക്ക് ശ്വാസം മുട്ടുന്നു. അവൻ അവളെ ചേർന്ന് നിൽക്കുന്നത് തന്നെ പതർച്ചയിലാക്കുന്നു എന്നറിയാമെങ്കിൽ കൂടി അത് അവനോട് പറയാനൊക്കില്ലല്ലോ എന്നൊരു തോന്നലിൽ അവൾ ദേഷ്യഭാവത്തിൽ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാറുവിനോട് ഇനിയും മിണ്ടാതെ നടക്കാനാണ് പ്ലാൻ അല്ലേ? ശിവ അവളെ മെല്ലെ നേരെ കിടത്തിക്കൊണ്ട് ചോദിച്ചു.
എൻ്റെ പാറു എന്നുള്ള അവൻ്റെ അതിസംബോധന ഹൃദയത്തിൽ ഒരാണി കുത്തി തറയ്ക്കും പോലെ കൊള്ളുന്നത് കൊണ്ട് തന്നെ യാമി അവന് മറുപടി ഒന്നും കൊടുക്കാതെ ചെരിഞ്ഞങ്ങ് കിടന്നു. ഹാ, പറ മാമി, അതാണോ നിന്റെ പ്ലാൻ? അതേ നിമിഷം തന്നെ ശിവയെ അവളുടെ മുഖം അവന് കാണും വിധം അവളെ മറിച്ചിട്ട് കൊണ്ട് ചോദിച്ചു. ദേ ശിവ, കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. ഞാൻ ഇന്നലെ പറഞ്ഞു എൻ്റെ ദേഹത്ത് തുടരുതെന്ന്. അവൻ്റെ ഒരു പാറു. ഞാൻ മിണ്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ മിണ്ടിയില്ലെന്ന് കരുതി അവൾക്കെന്താ വെള്ളം ഇറങ്ങില്ലേ? യാമി വല്ലാത്തൊരു ദേഷ്യത്തോടെ ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൾ അവനെ നോക്കി ചോദിച്ചു. നിനക്ക് എന്താടി മാമി അവളോട് ഇത്ര ദേഷ്യം? യാമിയുടെ ആ ദേഷ്യം കണ്ട് ചുണ്ടിൽ ചിരി ഒളിപ്പിച്ച് വല്ലാത്തൊരു ഭാവത്തോടെ അവൻ മെല്ലെ കട്ടിലിൻ്റെ ഹെഡ് ബോർഡിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു. ആ, എനിക്ക് ഇത്തിരി ദേഷ്യമുണ്ടെന്ന് കൂട്ടിക്കോ. എന്നെ ഇഷ്ടമില്ലാത്തവരാരെയും ഞാനും തിരിച്ച് സ്നേഹിക്കില്ല. പാറു അന്ന് പറഞ്ഞതൊക്കെ മനസ്സിലേക്ക് തികട്ടി വന്നതും യാമിയുടെ ശബ്ദം അറിയാതൊന്ന് ഇടറിപ്പോയി. ശിവയുടെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് അത്രമേൽ തീക്ഷ്ണമായി നോക്കി. അവൻ്റെ കണ്ണുകളിലെ ഭാവം അതിന് വല്ലാത്തൊരു കാന്തികതയാണ്. അതിലപ്പുറം വ്യക്തമാക്കാൻ കഴിയാത്തൊരു സുന്ദരഭാവം. അവളെന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് വായിൽ വന്നത് പറഞ്ഞതാടി മാമി. വിട്ടുകള, കാര്യാക്കണ്ട. കാലിനുമേൽ കാല് കയറ്റി വെച്ച് കാലിങ്ങനെ മെല്ലെ വിറപ്പിച്ചു കൊണ്ടവൻ അത്രമേൽ തീക്ഷ്ണമായവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, വലിയ ഇഷ്ടം. ഇഷ്ടപ്പെട്ടോട്ടെ. അവളോട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഇല്ലല്ലോ. പിന്നെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? എനിക്കാരും ഇല്ലാതെ പോയത് എൻ്റെ കുറ്റം കൊണ്ടാണോ? ആരും ഇല്ലാത്തവർക്കെന്താ ഈ ലോകത്ത് ജീവിക്കണ്ടേ? ഞാൻ എപ്പോഴാണ് നിൻ്റെ അമ്മയും അച്ഛനെയും മയക്കിയെടുത്തേ? അല്ലെങ്കിൽ തന്നെ ആരെ മയക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഭയങ്കരമായ ദേഷ്യത്തോടെയാണ് അവൾ ഓരോന്നും ചോദിക്കുന്നത് എങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ ദേഷ്യത്തിനപ്പുറം കവിളിലേക്ക് ഉറ്റി വീഴുന്ന ആ കണ്ണുനീർ തുള്ളിയിലേക്ക് ഭാവമാറ്റമില്ലാതെ ഇട്ടു നോക്കി. സ്നേഹമില്ലെങ്കിൽ അത് നിന്നെപ്പോലെ വെട്ടി തുറന്നങ്ങ് പറഞ്ഞ് പ്രകടിപ്പിക്കണം. അല്ലാതെ ഇല്ലാത്ത സ്നേഹം നടിച്ച് ആൾക്കാരെ പറ്റിക്കല്ലേ വേണ്ടത്. അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവളുടെ മനസ്സ് ഞാൻ അറിഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും എന്നോട് ചിരിക്കുമ്പോൾ ഞാൻ തിരിച്ച് ചിരിച്ചേനെ. എന്തിനാത്? എനിക്കത് പറ്റില്ല. യാമ അവനെ നോക്കി മുഖം അമർത്തി തുടച്ചുകൊണ്ട് ചൂടിയോടെ പറഞ്ഞു നിർത്തി. അപ്പോൾ ഉള്ളിലൊന്ന് വെച്ച് പുറമെ മറ്റൊന്ന് പ്രകടിപ്പിക്കുന്നതാണ് മാമയുടെ പ്രശ്നം അല്ലേ? ചുണ്ടിൽ തങ്ങിയൊരു ചിരിയോടെ കാല് മടക്കി അവൻ അവളുടെ അടുത്തേക്കൊന്ന് ആഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു. ആ, അത് തന്നെയാ പ്രശ്നം. യാമി അത് സമ്മതിച്ചു. അപ്പോൾ ഈ പറഞ്ഞത് മാമി ആരോടും ചെയ്യില്ല അല്ലേ? തൻ്റെ കണ്ണിലേക്ക് നോക്കി ഇരിക്കുന്നവളുടെ കണ്ണുകളിലേക്ക് അത്രമേൽ ആഴത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചതും യാമിയുടെ കണ്ണുകൾ അറിയാതൊരു പതർച്ച വന്നു പോയി. പറ, നീ ആരോടും അങ്ങനെ പെരുമാറിയില്ലല്ലോ? ചുണ്ടിൽ തങ്ങിയ ചെറിയ ചിരിയോടെ അവൻ പിന്നെയും ചോദിക്കെ മറുപടിയൊന്നും പറയാതെ യാമിയുടെ കണ്ണുകൾ അവനെ നോക്കി നിറഞ്ഞു നിന്നു. ഓക്കെ, അത് വിട്. മാമി അങ്ങനെ പെരുമാറില്ല, അതെനിക്കറിയാം. നെക്സ്റ്റ് പോയിന്റ്. എന്നെ ഇഷ്ടപ്പെടേണ്ട എന്ന് നീ അവളോട് പറഞ്ഞില്ല എന്നല്ലേ? യാമിയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ ചൂണ്ടുവിരൽ ചുഴറ്റി അവളെ മെല്ലെ തൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു കൊണ്ടവൻ ചോദിക്കെ യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കിപ്പോയി. നീ പറഞ്ഞില്ലെങ്കിലും നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി അവളോടൊത്ത് പറയുന്നുണ്ടടി മാമി. അതാണ് അവൾക്ക് നിന്നോട് ദേഷ്യമായത്. ഇപ്പോൾ പക്ഷേ അതൊന്നുമില്ല. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മാമി ചുമ്മാ മുഖം കറുപ്പിക്കാതെ അങ്ങ് മിണ്ട്. അതൊരന്തമില്ലാത്ത പൊട്ടാസാണ്. അവളുടെ കാതോരത്തേക്ക് മുഖം അടുപ്പിച്ചു കൊണ്ടവൻ പാറുവിനോടുള്ള അവൻ്റെ സ്നേഹമാണ് യാമി ശ്രദ്ധിച്ചത്. എന്തോ നെഞ്ചവളുടെ വല്ലാതെ വിങ്ങിപ്പോയി. നീ എന്താ അവളോട് പറഞ്ഞേ? ചോദിക്കരുത് എന്ന് ബുദ്ധി 1000 വട്ടം ചട്ടം കെട്ടിയെങ്കിലും ഹൃദയത്തെ വിങ്ങലേറിയത് വന്നതും യാമി തന്നെ പതിഞ്ഞൊരു സ്വരത്തിൽ അവനോട് ചോദിച്ചു പോയി. എന്താ? യാമിയുടെ ചോദ്യവും മുഖഭാവവും കണ്ട് മേൽചുണ്ട് കടിച്ചൊരു ചിരിയോടെ ശിവ ചോദ്യം കേട്ടില്ലെന്ന പോലെ അവളെ നോക്കി ഒന്നുകൂടെ ചോദിച്ചു. പാറുവിനോട് നീ എന്താ പറഞ്ഞേന്ന്? അവൻ പറയാൻ പോകുന്ന മറുപടി തൻ്റെ ഹൃദയത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒന്നാവല്ലേ എന്നൊരു പ്രാർത്ഥനയോടെ അവൾ അവനെ നോക്കി വീണ്ടും ചോദിച്ചു. അതെന്താണെന്ന് അറിയണം മാമിക്ക്? ഏറുന്ന അവളുടെ നെഞ്ചിരിപ്പും കണ്ണുകളുടെ ആന്തലും ആസ്വദിച്ചു കൊണ്ടവൻ അവളോട് ചോദിച്ചു. യാമി വളരെ വേഗത്തിൽ അവനെ നോക്കി അതേന്ന് തലൊരുക്കി. അല്ലെങ്കിൽ അതിപ്പോൾ അറിഞ്ഞിട്ട് മാമിക്ക് എന്തിനാ? അത് ഞങ്ങൾ തമ്മിലുള്ള സംസാരമല്ലേ. മാമി കിടക്കാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതിയാൽ മതി. മാമി കിടന്നോ? ഒരു പിടച്ചിലോടെ തന്നെ നോക്കുന്നവളെ നോക്കി അവളുടെ നെഞ്ചിലെ പിടപ്പൊറ്റ നിമിഷം കൊണ്ട് സ്റ്റക്കാക്കുന്ന പോലെ ഒരു ഒഴുക്കം മാട്ടിൽ പറഞ്ഞുകൊണ്ടവൻ മെല്ലെ കണ്ണടച്ച് നിന്നതും ഇതിപ്പോൾ എന്ത് പണി അവൻ കാണിച്ചെന്നൊരു ഭാവത്തിലായിപ്പോയി യാമി. ശിവ, എനിക്ക് എടാ പറ, നീ എന്താ അവളോട് പറഞ്ഞേ? അത് പറ. ഉറങ്ങാൻ കിടന്നവനെ പിടിച്ചു കുലുക്കിക്കൊണ്ടവൾ കാര്യം അറിഞ്ഞേ പറ്റൂ എന്നൊരു ഭാവത്തിൽ ചോദിച്ചു. അറിഞ്ഞേ പറ്റൂ എന്ന് നിർബന്ധമാണോ മാമിക്ക്? ശിവ കിടന്നുകൊണ്ട് അവളോട് ചോദിച്ചു. യാമി അത്രമേൽ ആകാംക്ഷയോടെ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കണ്ട് അതേന്ന് തലയാട്ടി. അവളുടെ മനസ്സ് കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകൾ എന്തെന്ന് വ്യക്തമായി അറിയുന്നവൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ അങ്ങനെ കിടന്നു.
തന്നെ നോക്കി വല്ലാത്തൊരു പിടച്ചിലോടെ ഇരിക്കുന്നവളെ അവൻ പിന്നെയും കുറച്ചു നേരം കിടന്നു. നീയാണല്ലോ അവളുടെ പ്രശ്നം അല്ലേ? ശിവ യാമിയുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ആ ചോദ്യം അവൻ ചോദിച്ചതും നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖം വല്ലായ്മയോടെ വിവർണമായി. എങ്കിലും അവൾ അവനെ നോക്കി മെല്ലെ അതേന്ന് തലയനക്കി. അതുകൊണ്ട് ഞാൻ നമ്മുടെ കാര്യം അങ്ങ് പറഞ്ഞു. പ്രശ്നം സോൾവ്. ഹൃദയം പിടഞ്ഞ് തനിക്ക് മുന്നിൽ നിൽക്കുന്നവളുടെ കണ്ണിലേക്ക് നോക്കിയവൻ വളരെ നിസ്സാരമായി പറഞ്ഞു. നമ്മുടെ എന്ത് കാര്യം? കൂടുതൽ നോവാൻ എന്നോണം യാമി പതിഞ്ഞ സ്വരത്തിൽ പിന്നെയും ചോദിച്ചു. അത് തന്നെ, 6 മാസം. അല്ലല്ല 5 അല്ലേ? 5 മാസം കഴിഞ്ഞാൽ നീ അമേരിക്കയിലേക്ക് പോകും. പോയി കഴിഞ്ഞാൽ എന്നെ എത്ര വേണമെങ്കിലും സ്നേഹിച്ചോന്ന് പറഞ്ഞു. ശിവ അവളെ നോക്കാതെ കണ്ണുകൾ അടച്ചു കിടന്നുകൊണ്ട് പറഞ്ഞതും യാമി തീർത്തും നിശബ്ദമായി കഴിഞ്ഞിരുന്നു. നെഞ്ചിനുള്ളിൽ നിന്നും ഒരു നൊമ്പരം അണപ്പൊട്ടി ഒഴുകാൻ വെമ്പി നിൽക്കുന്ന പോലെ അവളുടെ ഹൃദയം പിടഞ്ഞുകൊണ്ടിരുന്നു. നിമിഷങ്ങളോളം തനിക്കരികിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്നവനെ നോക്കിയിരുന്നു പോയവൾ. എന്നെങ്കിലും ഒരിക്കൽ നീ എന്നെ മനസ്സിലാക്കുമോ ശിവ? എന്നെ സ്നേഹിക്കുമോ? ഹൃദയം വെറുതെയെങ്കിലും അവനോട് ചോദിച്ചു. ഒരിക്കലും ഇല്ലെന്നൊരു മറുപടി ആ ഹൃദയം തന്നെ അവൾക്ക് കൊടുക്കെ യാമി മെല്ലെ ആ ബെഡിൻ്റെ സൈഡിലേക്ക് കിടന്നു. അല്ലെങ്കിലും ഈ 6 മാസം എന്നുള്ള കാലാവധി താനും അംഗീകരിച്ചതാണല്ലോ. ഒരു ബുദ്ധിമുട്ടാവാതെ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് താൻ തന്നെ അവനോട് പറഞ്ഞതാണ്. അവൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം എൻ്റേതാണ്, തൻ്റേത് മാത്രം. ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകില്ലെന്ന് അവൻ പലപ്പോഴും തന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. വേണ്ട, ഇപ്പോൾ കാണിക്കുന്ന ഈ സൗഹൃദം അത് മതി. അത് തന്നെ അവൻ തനിക്ക് തരുന്ന ഔദാര്യമാണ്. യാമി അവന് വേണ്ടി സ്വയം ന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരുന്നു. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. കണ്ണുനീർ വറ്റി നെഞ്ചിലെ വിങ്ങലടങ്ങി കണ്ണുകളിൽ ഉറക്കം വരാൻ ഏറെ നേരമെടുത്തു. അത് അവളെ മാത്രം നോക്കിക്കിടന്നവൻ അതറിയുന്നുണ്ടായിരുന്നു. യാമി, ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം കേട്ടോ. പെട്ടെന്ന് റെഡിയാവണേ. രാവിലെ ശിവയ്ക്കുള്ള കോഫിയുമായി റൂമിലേക്ക് പോകുന്ന യാമിയെ നോക്കി അജു അല്പം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതും റൂമിൻ്റെ വാതിൽക്കലോളം എത്തിയ യാമി ഓഫീസിലേക്ക് പോകാനൊരുങ്ങുന്ന ശിവയെ ഒന്ന് നോക്കി. അജു പറയുന്നത് കേട്ട് ശിവയും അവളെ നോക്കുകയാണ്. യാമി അവനെ നോക്കി വല്ലായ്മയോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും താഴേക്കൊന്ന് എത്തി നോക്കി. ഇന്ന് നേരത്തെ പോകണം, ഒരു മീറ്റിംഗ് ഉണ്ട്. യാമി നോക്കുന്നത് കാണെ അജു ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു. എന്തുകൊണ്ടോ അവനാ പറഞ്ഞതും അല്പം ഉച്ചത്തിൽ തന്നെ ആയിരുന്നു. ശിവ കേൾക്കാൻ വേണ്ടി ആയിരിക്കും എന്നൊരു സംശയം യാമിൻ്റെ ഉള്ളിൽ തോന്നിയെങ്കിലും അവൾ ചെറിയൊരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് റൂമിലേക്ക് കടന്നു. ശിവ തൻ്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് കയ്യിലെ വാച്ച് കെട്ടുകയാണ്. യാമി അവനുള്ള കോഫി ടേബിളിൽ വെച്ച് നനഞ്ഞ മുടി കെട്ടിവെച്ച ടവൽ അയച്ച് മുടി നന്നായി ഒന്ന് തോർത്തി. ഒരു ഡാർക്ക് റെഡ് കളർ ഫുൾ സ്ലീവ് ചുരിദാറാണ് അവളുടെ വേഷം. ശിവയുടെ കണ്ണുകൾ അവളെ ഒന്ന് നോക്കിയെങ്കിലും അല്പം ധൃതിയിൽ തന്നെ പോകാനൊരുങ്ങുകയാണവൻ. കോഫി ബ്രൗൺ കളർ പാൻസും ഡാർക്ക് ബ്ലൂ കളർ ഫുൾ സ്ലീവ് ഷർട്ടുമാണ് അവൻ്റെ വേഷം. ഇത് എനിക്കല്ലല്ലോ. ലാപ്പ് എടുത്ത് ബാഗിലേക്ക് വെക്കിയ ടേബിളിൽ വെച്ച് കോഫി നോക്കിക്കൊണ്ടവൻ അവളോട് ചോദിച്ചു. അല്ല. അവൻ്റെ ചോദ്യം കേക്ക് ചുണ്ടിൽ വന്നൊരു ചിരിയോടെ അല്ലെന്ന് പറഞ്ഞതും അവനത് ചുണ്ടോട് ചേർത്ത് കഴിഞ്ഞിരുന്നു. റെൻ്റ് തരുമ്പോൾ എൻ്റെ കോഫിയുടെ പൈസ കുറച്ചിട്ട് ഞാൻ തരൂ. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടിയൊന്ന് ചീകി ഒരു വൈറ്റ് സ്റ്റോൺ പൊട്ട് തൊട്ടുകൊണ്ട് അവൾ അവനോട് പറഞ്ഞു. എത്രയൊരു കോഫിക്ക്? കോഫി കുടിക്കുന്നതിനൊപ്പം 1-2 ഫയലുകൾ കൂടെ ബാഗിലേക്ക് വെക്കാൻ ശിവയും മറച്ചു പിടിച്ചൊരു ചിരിയോട് അവളോട് ചോദിച്ചു. 100. യാമി അവനെ നോക്കാതെ കഴുത്തിലെ താലിയും കാതിലെ കമ്മലും ഒന്ന് നേരെ ഇട്ട് കൊണ്ടവൾ പറഞ്ഞു. ഒരു കോഫിക്ക് 100? അതിത്തിരി കൂടുതലല്ലേ മാമി? ശിവ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ആരും നിർബന്ധിക്കുന്നില്ലല്ലോ മോനെ ശിവ. നിനക്ക് വേണമെങ്കിൽ നീ കുടിച്ചാൽ മതി. യാമി അവന് നേരെ തിരിഞ്ഞു നിന്ന് ഇത്തിരി ഗമ്മയോടെ പറഞ്ഞു. ഓ ആയിക്കോട്ടെ. ആരെങ്കിലും നിർബന്ധിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടും നീ തരുന്നത് എൻ്റെ സരസുവിൻ്റെ കോഫി ആയതുകൊണ്ടും ഈ റേറ്റ് നമുക്ക് ഫിക്സ് ആക്കാം. യാമിയെ നോക്കി പറയുന്നതിനൊപ്പം ശിവ അവൻ്റെ ബാഗുമായി റൂമിന് പുറത്തേക്ക് നടന്നു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർമ്മ കൊണ്ട് തിരികെ റൂമിലേക്ക് തന്നെ വന്നു. ഡീ മാമി. അവൻ പറഞ്ഞത് കേട്ട് ചുണ്ടിൽ തങ്ങിയൊരു ചിരിയോടെ അവളുടെ ഒരുക്കങ്ങൾ വേഗത്തിലാക്കിയ യാമി പെട്ടെന്ന് അവൻ്റെ വിളി വന്നതും ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ശിവ റൂമിലേക്ക് കയറി അവളുടെ അടുത്തേക്ക് വന്നു. ഇന്നലെ തന്ന ചെക്ക് ബുക്കില്ലേ? പോകുമ്പോൾ അത് കയ്യിൽ പിടിക്കണ്ട. ഇവിടെ എവിടെയെങ്കിലും വെക്ക്. ATM കാർഡ് മാത്രം കയ്യിൽ വെച്ചാൽ മതി. പിന്നെ അമ്മായിയപ്പൻ നൽകിയ ജോലി എന്നും പറഞ്ഞ് അവിടെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഓരോന്നും ചെയ്തു വെക്കരുത്. എന്താണ് ചെയ്യുന്നത് എന്ന് നിനക്ക് കൃത്യമായ ബോധമുള്ളത് മാത്രം അത് മാത്രം ചെയ്യുക. വേറെ ആര് പറഞ്ഞാലും നിനക്കറിയാത്ത ഒന്നിനും നിൽക്കരുത്. യാമിയെ നോക്കി വളരെ ഗൗരവത്തോടെ അവൻ പറഞ്ഞതും ശിവയെ ആദ്യമായി കാണുന്ന പോലെ നോക്കി നിന്നുപോയി യാമി. പറഞ്ഞത് വല്ലതും മനസ്സിലായോ?
തൻ്റെ മുഖത്തും നോക്കി അങ്ങനെ നിൽക്കുന്നവളെ കാണാൻ അവൻ അവളുടെ മുഖത്തിന് നേർക്ക് വിരൽ ഞൊടിച്ചുകൊണ്ട് ചോദിച്ചു. മനസ്സിലായി. അല്ല, എന്താ ചെയ്യുന്നത് എങ്ങനെയാ മനസ്സിലാക്കുക? യാമി സംശയത്തോടെ അവനോട് ചോദിച്ചു. നല്ല ചോദ്യം. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം നീയൊന്നും ചെയ്യണ്ട, അതാ നല്ലത്. രാവിലെ അവരുടെ കൂടെ പോവുക, ടീ ബ്രേക്കിന് ടീയും ആവശ്യമുള്ള സ്നാക്സും വാങ്ങി കുടിക്കുക. ഉച്ചയ്ക്ക് ലഞ്ചും ലാവിഷായി തന്നെ കഴിച്ചോ. പിന്നെ വൈകിട്ട് അതും കുറയ്ക്കേണ്ട. പറ്റുമെങ്കിൽ രാത്രിക്കുള്ള ഡിന്നർ കൂടെ അവിടെ നിന്ന് പാർസൽ വാങ്ങി ഇങ്ങ് പോര്. നിനക്കവർ തരാൻ ഉദ്ദേശിക്കുന്ന സാലറിയേക്കാൾ കൂടുതലായിരിക്കണം നിൻ്റെ ഈ വക ചിലവുകൾ. ഓക്കെ? ഇതിലും വലുതൊന്നും ഇനി തനിക്ക് വരാനില്ലെന്നൊരു ബോധം വരണം നിൻ്റെ അമ്മായിച്ചന്. യാമിയെ നോക്കി അത്രയും കാര്യമായി പറഞ്ഞുകൊണ്ടവനൊന്ന് തലയാട്ടിക്കൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങി. സത്യത്തിൽ അവൻ പറഞ്ഞതൊക്കെ വലിയ കാര്യമായി ശ്രദ്ധിച്ചു നിന്നവൾ അവൻ പോയി കഴിഞ്ഞാണ് ആ പറഞ്ഞതിലെ പരിഹാസം മനസ്സിലാക്കിയത് തന്നെ. ഓ, അവൻ മാത്രം വലിയൊരു ബുദ്ധിമാൻ വന്നിരിക്കുന്നു. തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലാക്കിയവൾ ഒരു പിറുപിറുപ്പോടെ ഒരുക്കം തുടർന്നു. മോളുടെ ഒരുക്കം കഴിഞ്ഞില്ലേ ശിവ? താഴേക്ക് വന്ന ശിവയോടായി സുഭദ്രാമ്മ ചോദിച്ചതും ശിവയുടെ നോട്ടം പോയത് അമ്മയ്ക്കരികിൽ ഇരിക്കുന്ന അഭിക്കും മജുനും നേർക്കാണ്. രണ്ടുപേരും അവളെ കാത്തിരിക്കുകയാണെന്ന് വ്യക്തം. അവൾ ഒരുങ്ങിയോ ഇല്ലയോ എന്ന് നോക്കലല്ല എൻ്റെ ജോലി. അതൊക്കെ ആവശ്യക്കാർ തന്നെ അങ്ങ് പോയി നോക്കിയാൽ മതി. പിന്നെ നോക്കുമ്പോൾ ആ റൂമിന് പുറത്തു നിന്ന് നോക്കണം. അകത്തേക്ക് കയറിയിട്ടുള്ള കാര്യം തിരക്കലൊന്നും വേണ്ട. പറഞ്ഞേക്കാം. അമ്മ ചോദിച്ചതിനുള്ള മറുപടി അഭിയെ മജുനെ നോക്കി പറഞ്ഞുകൊണ്ടവൻ പുറത്തേക്ക് നടന്നതിലും ലിയ അവന് കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തൊരു ബഹുമാനത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതുവരെ ഇല്ലാത്തൊരു ഗൗരവത്തോടെ അവൻ കാറിലേക്ക് കയറിയിരുന്നു. അപ്പോൾ യാമി കമ്പനിയിലേക്ക് വരുന്നത് അവന് പ്രശ്നമൊന്നും ഇല്ല അമ്മേ? അഭി ചെറിയൊരു ചിരിയോടെ അമ്മയെ നോക്കി ചോദിച്ചു. അതെങ്ങനെ ഉണ്ടാവാൻ എൻ്റെ അഭി? അവളെ ഭാര്യയായി തന്നെ അംഗീകരിക്കാത്തവനെ അവൾ ജോലിക്ക് പോയാലെന്താ, പോയില്ലെങ്കിലെന്താ, ചത്താലെന്താ, ജീവിച്ചാലെന്താ എന്ന മൈൻഡല്ലേ അല്ലേ യാമി? പടികൾ ഇറങ്ങി വരുന്ന യാമിയെ നോക്കി ഒരു തമാശ പറയും പോലെ അജു പറഞ്ഞതും അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി യാമി ഒന്ന് ചിരിച്ചു കൊടുത്തതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവൾക്കറിയാം അവൻ തൻ്റെ മനസ്സ് നോവിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതാണെന്ന്. നമുക്ക് പോകാം അഭിയേട്ടാ. അജുൻ്റെ ആ തമാശയിലാകെ വല്ലാതെയായി നിൽക്കുന്ന അഭിയെയും സുഭദ്രാമയെയും നോക്കിക്കൊണ്ട് യാമി അതേ ചിരിയോടെ അവനോട് ചോദിച്ചു. അഭി അവളെ നോക്കി ഒന്ന് മൂളിക്കൊണ്ട് മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഞാനെൻ്റെ ലാപ്പ് എടുത്തിട്ട് വരാം. അജു പെട്ടെന്ന് ഓർത്ത റൂമിലേക്ക് നടന്നതും യാമി അഭിക്ക് പിന്നാലെ പുറത്തേക്ക് നടന്നു. അവന് ചില നേരത്തെ എന്ത് എവിടെ പറയണമെന്ന് അറിയില്ലടോ. തനിക്ക് വിഷമായോ? ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കെ അഭി അവളെ നോക്കി വല്ലായ്മയോട് ചോദിച്ചു. ഏയ്, എനിക്കെന്ത് വിഷമം? അജുവേട്ടൻ പറഞ്ഞതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. യാമി അഭിയെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറിയിരുന്നു. പക്ഷെ അവളുടെ മനസ്സിൽ ഒരു കുഞ്ഞു സന്തോഷമായിരുന്നു ആ നിമിഷം. കാരണം താൻ കമ്പനിയിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിവ പോണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ജോലി എനിക്ക് പറ്റിയതല്ല, പ്രോബ്ലം ആകുമെന്നും പറഞ്ഞു. അത് തന്നോടുള്ള കരുതലല്ലേ? താൻ ഒരാപത്തിൽ പോയി പെടുന്നത് അവൻ ആഗ്രഹിക്കാത്തത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞ്? യാമി കുഞ്ഞൊരു സന്തോഷത്തോടെ ഓർത്തു. എന്താണ് യാമി, മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടല്ലോ, ആരെ ഓർത്താ? ലാപ്പുമായി കാറിലേക്ക് കയറി അജു യാമിയെ ഒന്ന് നോക്കി അവളുടെ മുഖത്ത് തെളിച്ചമുള്ളൊരു പുഞ്ചിരി കണ്ടൊരു കോണിസ്റ്റ് ചോദ്യം പോലെ ചോദിച്ചു. എന്തായാലും അജുവേട്ടൻ ഓർത്തല്ല ഞാൻ ചിരിച്ചത്, അതുപോരെ? അജുവിൻ്റെ അതേ സംസാര ശൈലിയിൽ തമാശ പോലെ അവൾ പറഞ്ഞു. എന്നെ ഓർത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ലല്ലോ യാമി. പക്ഷേ ആരെ ഓർത്തിട്ടായാലും ഈ പകൽക്കിനാവ് കണ്ടുള്ള ചിരിയത്ര ശരിയല്ലെന്നാ എൻ്റെ അഭിപ്രായം. നിന്റെ അഭിപ്രായം എന്താ അഭി? ഇത് ശരിയാണോ? അജു ഒരു വശലം രീതിയിൽ ഫ്രണ്ട് മിററിലൂടെ അവളെ നോക്കി പറഞ്ഞതും യാമിയുടെ കണ്ണുകൾ അവന് നേർക്ക് ചെറഞ്ഞു നോക്കി. ഒന്നും മിണ്ടാതിരിക്കടാ. അജുവിൻ്റെ നോട്ടം ശ്രദ്ധിച്ചില്ലെങ്കിലും ആ സംസാരത്തിലെ ഒരു വല്ലായ്മ മനസ്സിലാക്കിയ അഭി ഡ്രൈവ് ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ട് അജുവിൻ്റെ കാൽ തുടയിലൊന്ന് തല്ലി. ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് പറയാമെന്ന് യാമിക്കറിയാടാ, അല്ലേ യാമി? അജു ഒരു കുറുക്കൻ കണ്ണുകളോടെ യാമിയെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കെ ആ ചോദ്യത്തിലൂടെ അഭിയുടെ മനസ്സിൽ അവനെ കുറിച്ചുണ്ടായ ആ കരട് മായ്ച്ചു കളയുകയാണ് അവനെന്ന് യാമിക്ക് വ്യക്തമായി മനസ്സിലായി. പിന്നെ അജുവേട്ടൻ തമാശ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഉള്ളത് പറയാലോ, അജുവേട്ടൻ തീരെ ഹ്യൂമർ സെൻസ് ഇല്ല കേട്ടോ. അതിനേറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ പറഞ്ഞ ഒരു കോമഡി കേട്ടിട്ടും എനിക്കും അഭിയേട്ടനും ചിരി വന്നില്ലെന്നതാണ്. സോ അറിയാത്ത പണിക്ക് നിൽക്കാത്തതാവും നല്ലത്, അല്ല അഭിയേട്ടാ? അത് കാര്യം. യാമി ഈർഷ്യ നിറഞ്ഞൊരു ചിരിയോടെ അവനെ നോക്കി പറയെ അഭി പെട്ടെന്നത് സമ്മതിച്ചു കൊടുത്തു. ഓ, അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. എന്തായാലും നിന്റെ ഭർത്താവിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഞാൻ. യാമിയുടെ ആ പരിഹാസം ഒന്ന് കൊണ്ടതുപോലെ അല്പം ചോടിയോടെ തന്നെ അജു പറഞ്ഞു. ഏയ്, അത് ചുമ്മാ. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ശിവയെ കടത്തി വെട്ടാൻ നമ്മുടെ വീട്ടിലെന്നല്ല
ഈ നാട്ടിൽ തന്നെ ആരുമില്ല. എന്നെ സംബന്ധിച്ച് ഒരു പെൺകുട്ടിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ഭർത്താവിന് വേണ്ട എല്ലാ ഗുണങ്ങളും എൻ്റെ ശിവയ്ക്കുണ്ട്. അത് രൂപത്തിലായാലും സ്വഭാവത്തിലായാലും ശരി. യാമി വല്ലാത്തൊരു ഗമയോടെ ചുണ്ടിൽ അഹങ്കാരം നിറച്ചൊരു ചിരിയോടെ പറഞ്ഞതും അജുവിൻ്റെ മുഖമാകെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന പോലെ തോന്നി യാമിക്ക്. അവൻ്റെ ഉള്ളിൽ അടങ്ങാത്തൊരു പകയുള്ളതുപോലെ. മുഖം അത്രയും കടുത്തു പോയിരിക്കുന്നു. അതായിരിക്കും ഇഷ്ടമല്ലെന്നവൻ നായികയ്ക്ക് 40 വട്ടം പറഞ്ഞിട്ടും യാമി ഒഴിയാബാധ പോലെ അവനെ മുറുകെ പിടിച്ചിരിക്കുന്നതല്ലേ? അജു തെല്ലൊരു ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. ഡാ, നീ എന്താടീ പറയുന്നേ? യാമിയോടുള്ള അജുവിൻ്റെ ആ ചോദ്യം കേൾക്കി അബി വല്ലായ്മയോടെ അവനോട് ചോദിച്ചു. നീ നേരെ നോക്കി വണ്ടി ഓടിക്ക് അബി. ഇത് ഞങ്ങൾ തമ്മിലുള്ള സംസാരമല്ലേ, നീ അത് കാര്യാക്കണ്ട. അജു മുഖത്തൊരു പുഞ്ചിരി മറയാക്കി പറഞ്ഞുകൊണ്ട് യാമയെ നോക്കി. എന്തേ, കാര്യം പറഞ്ഞപ്പോൾ യാമയുടെ നാവിറങ്ങിപ്പോയോ? അവൻ്റെ മുഖത്തേക്ക് ഉറ്റി നോക്കുന്ന യാമയെ നോക്കി പരിഹാസത്തോടെ അവൻ ചോദിച്ചു. അത്ര പെട്ടെന്നൊന്നും ഇറങ്ങിപ്പോകുന്ന നാവൊന്നുമല്ലല്ലോ അജുവേട്ടാ എൻ്റേത്. പിന്നെ ഇപ്പോൾ ചോദിച്ചത്, എല്ലാം ഒത്തിണങ്ങിയൊരു പുരുഷനെ വളരെ ചുരുക്കമേ ദൈവം പടച്ചു വിട്ടിട്ടുള്ളൂ. അപ്പം നല്ലതിനൊന്ന് സ്വന്തമാക്കാനൊരു ചാൻസ് കിട്ടിയാൽ അത് മിസ്സാക്കി കളയാൻ മാത്രം വിദ്യയല്ല ഞാൻ. ഇഷ്ടമല്ലെന്ന് പറഞ്ഞവനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാനുള്ള ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ പിടിച്ച പിടിയാൽ കൂടെ ഇങ്ങ് പോന്നത്, അല്ല അബിയേട്ടാ? അജുവിൻ്റെ മുഖത്ത് നോക്കി ഒട്ടും തോറ്റു കൊടുക്കാതെ യാമി സംസാരിച്ചതും അജുവിൻ്റെ മനസ്സിൽ അവളോടുള്ള ദേഷ്യം ഇരട്ടിച്ചു. ഒന്ന് അനുഭവിച്ചറിയണമെന്ന് കൊതി തോന്നിയ പെണ്ണിനെ കൊല്ലാനുള്ളൊരു ദേഷ്യം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. അബി പക്ഷേ അജുവിന് മുന്നിൽ തോറ്റു കൊടുക്കാതെ സംസാരിക്കുന്ന യാമിയെ നോക്കി ചിരിയോടെ ഡ്രൈവ് ചെയ്യുകയാണ്. ശരിക്കില്ലേ അബിയേട്ടാ, എനിക്ക് തോന്നുന്നത് ഈ അജുവേട്ടൻ എൻ്റെ ശിവയോട് നല്ല അസൂയയും കുശുമ്പും ഉണ്ടെന്നാ. അല്ലെങ്കിൽ ഇങ്ങനെ 24 മണിക്കൂറും അവനെ കുറ്റം പറഞ്ഞിരിക്കുമോ? എത്രയൊക്കെ മോശമായി സംസാരിച്ചിട്ടും അബിക്ക് മുന്നിൽ നല്ലവനായി ഭാവിക്കുന്നവനെ കൂർമ്മതയിലൊന്ന് നോക്കിക്കൊണ്ടവൾ മെല്ലെ പുറത്തേക്ക് മുഖം തിരിച്ചു. ഏയ്, അതൊന്നും അല്ലടോ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഈ പിണക്കം ചെറുപ്പം മുതലേ തുടങ്ങിയതാ. ഞാനും ശിവയും ഒന്നടങ്ങിയെങ്കിലും ഇവർ രണ്ടാളും ഇപ്പോഴും അങ്ങനെ തന്നെയാ. അതാ ഈ കുശുമ്പ്. യാമി ഇതൊന്നും കാര്യാക്കണ്ട. അബി സൗമ്യമായൊരു ചിരിയോടെ അവളോട് പറഞ്ഞു. ഏയ്, ഞാൻ അങ്ങനെ തന്നെ കാണുന്നുള്ളൂ അബിയേട്ടാ. പിന്നെ അബിയേട്ടൻ്റെ പോലെ എന്ത് കേട്ടാലും മിണ്ടാതിരുന്ന് ശീലമില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് തമാശ പറയുമ്പോൾ ഞാൻ അങ്ങോട്ടും തമാശ പറയും. മാത്രമല്ല ഇതൊക്കെ ഞാൻ അജുവേട്ടനെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാന്ന് അജുവേട്ടൻ അറിയാലോ, ഇല്ലേ അജുവേട്ടാ? യാമി പുച്ഛം കലർന്നൊരു ചിരിയോടെ അജുവിനെ നോക്കി ചോദിച്ചതും അജുവിൻ്റെ മുഖം വല്ലാതെ ഇരുണ്ടുപോയിരുന്നു. അവളെ കടുപ്പിച്ചൊന്നും നോക്കിയതല്ലാതെ അവനൊന്നും മിണ്ടിയില്ല. യാമിയുടെ സംസാരത്തിൽ ഒരു കുത്തലില്ലേ എന്ന് അബിക്ക് തോന്നിയെങ്കിലും അവനും ഒന്നും മുണ്ടിയില്ല. ഓഫീസിലെത്തുവോളം പിന്നെ അവർക്കിടയിൽ സംസാരമൊന്നും ഉണ്ടായില്ല. എങ്കിലും അജുവിൻ്റെ കണ്ണുകൾ പലപ്പോഴായി യാമിയെ നോക്കിക്കൊണ്ടിരുന്നു. താൻ കരുതുന്നത് പോലെ ഒരു പാവം പെണ്ണൊന്നും അല്ല യാമി എന്ന് അവളുടെ നോട്ടത്തിലൂടെ വാക്കിലൂടെയും മനസ്സിലാക്കുകയായിരുന്നു അവൻ. എന്തോ ഒരിക്കലും ശിവയ്ക്കൊപ്പം അവളെ ജീവിക്കാൻ അനുവദിച്ചൂടെ എന്നൊരു വാശി അവനിൽ കൂടിക്കൊണ്ടേയിരുന്നു. അബേട്ട, ഇന്നു മുതൽ വൈകിട്ട് എല്ലാവരും പോകുന്ന ടൈമിൽ തന്നെ ഞാൻ ഇറങ്ങും കേട്ടോ. ഓഫീസ് പാർക്കിങ്ങിൽ കാർ നിന്നതും യാമി കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അബിയോട് പറഞ്ഞു. ഭർത്താവ് വീട്ടിലെത്തും മുന്നേ അവനെ സ്വീകരിക്കാനായിരിക്കും അല്ലേ? അത്രയും നേരം അടക്കി പിടിച്ചൊരു ദേഷ്യത്തോടെ അജു ചോദിച്ചു. അതെ, ഭർത്താക്കന്മാരോട് സ്നേഹമുള്ള ഭാര്യമാർ അങ്ങനെയല്ലേ ചേട്ടാ വേണ്ടത്, പ്രത്യേകിച്ച് നമ്മളെ കണ്ണിന് പിടിക്കാത്ത ഭർത്താവുമ്പോൾ. യാമി ഒട്ടും വിട്ടുകൊടുക്കാനാവാതെ നോക്കി പറഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് കടന്നു. ഡാ, നിനക്ക് എന്താടാ പറ്റിയേ? നീ എന്തിനാ യാമിയോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രുദ്രൻ്റെ സ്വഭാവം അവളുടെ അവസ്ഥയുമൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. ആൾക്ക് ഫീലായി കാണും, ഉറപ്പാ. അജുവിനും യാമിക്കും ഇടയിൽ പെട്ട പോലെ ഒരു ദയനീയ ഭാവത്തിൽ അബി പറഞ്ഞു. ഫീലായെങ്കിൽ നന്നായി പോയി. ഞാൻ മാത്രമല്ലല്ലോ, അവൾ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? ആദ്യം കണ്ട പോലെയൊന്നുമല്ല, അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട്. അവൾ ആരാന്ന വിചാരം? വെറുതെയല്ല അവൻ അവളെ വേണ്ടെന്ന് പറഞ്ഞത്. എങ്ങനെ സഹിക്കാനാണ് ഇതിനൊക്കെ? ഇനി ചിലപ്പോൾ അവൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കുമോ? ഉള്ളിൽ നിറഞ്ഞു നിന്ന ദേഷ്യത്തോടെ അബിക്ക് മാത്രം കേൾക്കും വിധം ശബ്ദത്തിൽ അവൻ മുരണ്ടതും അവൻ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നൊരു പേടിയോടെ അബി ചുറ്റുപാടും നോക്കി. ദേ അജു, വേണ്ടാത്തതൊന്നും പറയണ്ട കേട്ടോ. അച്ഛൻ അറിയാലോ. നീയല്ലേ അവൾ ആദ്യം ചൊറിഞ്ഞത്. അപ്പോൾ അവളത് 2 മടങ്ങായി തിരിച്ചു തന്നു, അത്രേ ഉള്ളൂ. എടാ, യാമി ഒരു പാവാണ്. നീ രുദ്രനോടുള്ള ദേഷ്യം അവളോട് കാണിക്കല്ലേ പ്ലീസ്. യാമിയോടുള്ള അജുവിൻ്റെ ദേഷ്യം കാണി അബി ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. ഇതൊക്കെ അങ്കിൾ അറിയണമെങ്കിൽ നീ പറയണം. നീ പറഞ്ഞു കൊടുക്കോ? അജു ഒരു മൂർച്ചയോടെ അബിയെ നോക്കി ചോദിച്ചു. ഡാ, ഞാൻ തന്നെ പറയണോ? യാമി പറഞ്ഞാലോ? അബി ഒരു നിശ്വാസത്തോടെ അവനെ നോക്കി. അവളൊന്നും പറയില്ല. ഇനി പറഞ്ഞാലും അങ്കിൾ അത് വിശ്വസിക്കണമെങ്കിൽ നീ പറയണം. നീ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. വാടാ.
ഒരു ചിരിയോടെ അബിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അജു ഓഫീസിൻ്റെ അകത്തേക്ക് നടന്നു. അവൾ രുദ്രനോട് പറഞ്ഞാലോ? അപ്പോൾ നീ എന്ത് ചെയ്യും? അബി ഒരു കളിയാക്കി ചിരിയോടെ അവനോട് ചോദിച്ചു. ബെസ്റ്റ്, വേറെ ആരെയും കണ്ടില്ല. ഡാ മോനെ, അവളെ കൊന്നാൽ പോലും രുദ്രൻ ചോദിച്ചു തരില്ല. കാരണം അവളെ എങ്ങനെ ഒഴിവാക്കണമെന്ന് അവൻ ആലോചിക്കുന്നത്. നീ വെറുതെ രാവിലെ തന്നെ തമാശ പറയാതെ ഇങ്ങ് വന്നേ. അജു തീർത്തും നിസ്സാരമായി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കടക്കെ അബിയുടെ കണ്ണുകൾ ഓഫീസിനകത്തേക്ക് അനിയേട്ടനോട് എന്തോ ചോദിച്ചറിയുന്ന യാമിയിലായിരുന്നു. അജു എന്തൊക്കെ പറഞ്ഞാലും യാമി പാവമാണെന്ന് തന്നെയാണ് അബിയുടെ മനസ്സിൽ. ശിവ അവളോട് കാണിക്കുന്ന വെറുപ്പും അകൽച്ചയും അവൻ അവളോട് സഹതാപവും തോന്നിക്കുന്നുണ്ട്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ശിവ പറഞ്ഞതുപോലെ തന്നെയാണ് യാമി ചെയ്തത്. അത്ര കാര്യമായി ഒന്നിലും ഇടപെടാതെ എല്ലാം കണ്ട് മനസ്സിലാക്കും പോലെ അബിക്കും അനിക്കും ഒപ്പം നിന്നതല്ലാതെ അവൾ മറ്റൊന്നിനും നിന്നില്ല. അവിടെയുള്ള കാര്യങ്ങളും ആർക്കൊക്കെ എന്തൊക്കെ സ്ഥാനമാനങ്ങളുമാണെന്നത് യാമി പ്രത്യേകം ശ്രദ്ധിച്ചു. രാജശേഖരന് താഴെ അനിയും അനിക്ക് താഴെ അബിയും അജുവുമായാണ് പൊസിഷൻസ്. എല്ലാത്തിനും അബിയെയും അനിയെയും ചേർത്ത് പിടിക്കും പോലെ അജുനെയും ശേഖരൻ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് യാമിക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി. ഇവർക്കിടയിൽ ശിവ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ്റെ സ്ഥാനം ഏതായിരിക്കും? യാമി വെറുതെയെങ്കിലും ചിന്തിച്ചു. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് തലയ്ക്ക് കുഞ്ഞൊരു തട്ട് വന്ന് കൊണ്ട് അബി അവളുടെ അടുത്ത് വന്നിരുന്നത്. യാമി ഒരു ചിരിയോടെ അവനെ നോക്കി. എന്താണൊരാലോചന? ഇവിടെ ഇരുന്ന് മടുത്തോ? അബി ചിരിയോടെ അവളോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ചെറിയ മടുപ്പൊക്കെ തോന്നാനില്ലാതില്ല. പിന്നെ ആലോചിക്കുന്നത് അബിയേട്ടൻ്റെ മനുഷ്യപ്പറ്റില്ലാത്ത ഏട്ടനെക്കുറിച്ചും. യാമി അവനെ നോക്കി ചിരിയോടെ തന്നെ പറഞ്ഞു. രുദ്രനെ കുറിച്ചാണോ? അബി ചോദിച്ചു. ഞാൻ ആലോചിക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ ജീവികൾക്കൊപ്പം ശിവ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കമ്പനിയിലെ അവൻ്റെ പോസ്റ്റ് എന്തായിരിക്കും? യാമി മനസ്സിൽ തോന്നിയ സംശയം മറച്ചു വയ്ക്കാതെ അവനോട് ചോദിച്ചു. അതിത്ര ആലോചിക്കാനുണ്ടോ? അവനുണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ തൊഴിലാളിയാക്കി അച്ഛനൊപ്പം കയറിയിരിക്കും. അബി ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു. അത് ചുമ്മാ പറ ബേട്ട, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ശരിക്കും ശിവയുടെ സ്ഥാനം എന്തായിരിക്കും ഇപ്പോൾ ഇവിടെ? ആർക്കും ശിവയെ അറിയ പോലുമില്ല. എന്തിനേറെ ഞാൻ ശരിക്കും ആരാണെന്ന് പോലും ഇവിടെയുള്ള മുക്ക പിൽക്കും അറിയില്ല. യാമി അറിയാനുള്ളൊരു കൊതിയോടെ ചോദിച്ചു. ഞാനും കാര്യമായി പറഞ്ഞതാടോ. അച്ഛൻ അവനെ അച്ഛനൊപ്പമേ ഇരുത്തൂ. ഏറ്റവും ബെസ്റ്റ്. അതിൽ കുറഞ്ഞതൊന്നും അച്ഛൻ അവന് നൽകിയിട്ടുമില്ല. അബി മൃദുവായി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും യാമി അവനെ സംശയത്തോടെ നോക്കി. അതെന്താ അങ്ങനെ? അവൾ അവനെ നോക്കി ചോദിച്ചു. അതങ്ങനെയാണ്. ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ കഴിയില്ല. 5:30 കഴിഞ്ഞു. താനല്ലേ നേരത്തെ പോകണമെന്ന് പറഞ്ഞത്. നമുക്കിറങ്ങിയാലോ? അബി അവൾക്ക് മുന്നിൽ നിന്നും ചിരിയോടെ എഴുന്നേറ്റുകൊണ്ട് ചോദിക്കെ അവരുടെ 2 പേരുടെയും ആ സംസാരമൊക്കെ ഒളിക്കണ്ണാൽ നോക്കി കാണുകയായിരുന്ന അവിടുത്തെ ചാഫെല്ലാം യാമി അവിടെ വേണ്ടപ്പെട്ട ഒരാളാണ് എന്നല്ലാതെ അബിയുടെ ഏട്ടൻ്റെ ഭാര്യയാണെന്നോ ശേഖരൻ്റെ മരുമകളാണെന്നോ ഒന്നും അവിടെ കുറേ പേർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അബിയും യാമിയും തമ്മിൽ ഇഷ്ടത്തിലാണോ എന്നൊരു ചർച്ച അവർക്കിടയിൽ നടക്കുന്നുണ്ട്. അയ്യോ, അബിയേട്ടൻ വരണമെന്നില്ല. ഞാനൊരു ഓട്ടോയോ മറ്റോ വിളിച്ച് പൊക്കോളാം. താൻ നേരത്തെ പോകണമെന്ന് പറഞ്ഞത് കാരണം അബി അവൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച് തനിക്കൊപ്പം വരികയാണെന്ന് കരുതി അവൾ പറഞ്ഞു. അതിനുള്ള പെർമിഷൻ അച്ഛൻ തന്നിട്ടില്ലടോ. നേരത്തെ പോകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം. തൻ്റെ ശത്രുക്കൾ ഒന്നൊതുങ്ങിയെങ്കിലും സൂക്ഷിക്കണമെന്ന അച്ഛൻ പറയുന്നത്. വാ. അബി ചിരിയോടെ അവളെ വിളിച്ചു. എന്നാൽ നമുക്കെന്നും പോകുന്ന നേരത്തെ തന്നെ പോകാം. യാമി പിന്നെയും വല്ലായ്മയോടെ നിന്നു. മടിച്ച് നിൽക്കാതെ വാടോ. എനിക്കന്ന് അവിടെ വർക്കൊന്നുമില്ല. വാ. അബി അവളുടെ കൈ പിടിച്ചുകൊണ്ട് കൂടെ വിളിച്ചു. ഉറപ്പല്ലേ? യാമി ഒന്നുകൂടെ ചോദിച്ചു. അതേന്ന്. എന്നാ ഞാൻ എൻ്റെ ബാഗ് എടുക്കട്ടെ. യാമി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ ബാഗ് എടുത്തവന് പിന്നാലെ ചെന്നു. അജുവേട്ടനില്ലേ? അബി യാമിക്ക് കാറിനായി ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തതും യാമി അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. തർക്കിക്കാൻ ആൾ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ വിളിക്കാം. എന്താ, വിളിക്കണോ? അബി ഒരു കളിയാക്കി ചിരിയോടെ ചോദിച്ചു. എനിക്കൊരു നിർബന്ധമില്ല. പിന്നെ തർക്കിക്കാൻ എനിക്ക് അജുവേട്ടൻ തന്നെ വേണമെന്നില്ല. അബിയേട്ടനായാലും മതി. തന്നെ കളിയാക്കിയതിൽ അവനെ കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ടവൾ പറഞ്ഞു. അയ്യോ, നമ്മൾ പാവം. നിന്നോട് തർക്കിച്ച് ജയിക്കാനുള്ള സാമർഥ്യമൊന്നുമില്ല. അതുകൊണ്ട് വെറുതെ വിട്ടേക്ക്. അബി കാർ സ്റ്റാർട്ട് ചെയ്തൊരു ചിരിയോടെ പറഞ്ഞതും യാമിയും അവനൊപ്പം ചിരിച്ചുപോയി. അല്ല, താൻ ഇങ്ങനെ തന്നെയാണോ രുദ്രനോടും? കാർ മുന്നോട്ടോടി തുടങ്ങി അബി വെറുതെ യാമിയോട് ചോദിച്ചു. എങ്ങനെ? അവൻ ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായെങ്കിലും യാമി വെറുതെ എന്നോട് ചോദിച്ചു. അല്ല, ഇങ്ങനെ അജുവിനോട് വഴക്കിട്ടതുപോലെ 1-2 പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച്. അഭി അവൻ്റെ ചോദ്യം വ്യക്തമാക്കി. ഞങ്ങൾ വഴക്കൊന്നും ഇടാറില്ല.
ഭയങ്കര സ്നേഹത്തിലാ. യാമി അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു. പറയാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരടോ, ഇങ്ങനെ നട്ടാ മുളയ്ക്കാത്ത കള്ളം പറയണോ? അബി അവളെ നോക്കി ഒരു ചിരിയോടെ നോക്കി. എൻ്റെ അബിയേട്ടാ, ഞങ്ങൾ തമ്മിൽ ആ റൂമിനകത്ത് വെച്ച് ഒരു 3-ാം ലോക മഹായുദ്ധം തന്നെ നടക്കുന്നുണ്ട്. പൊട്ടലും ചീറ്റലൊന്നും പുറത്തേക്ക് കേൾക്കുന്നില്ലെന്ന് മാത്രം. യാമി സൗമ്യമായൊരു ചിരിയോടെ അവനോട് പറഞ്ഞു. ആ, അവൻ തന്നെ ഉപദ്രവിക്കുന്നൊന്നും ഇല്ലല്ലോ? അബി വല്ലായ്മയോടെ ചോദിച്ചു. യാമി അവനെ നോക്കി ഒരു ചിരിയോടെ തന്നെ ഇല്ലെന്ന് മൂളി. പരസ്പരം സംസാരിച്ചു കൊണ്ടങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കാർ പെട്ടെന്ന് നിന്നത്. വീടെത്താതെ അവനെന്താ കാർ നിർത്തിയതെന്ന് അറിയാനായി അവൾ ചുറ്റുപാടും ഒന്ന് നോക്കി. പക്ഷേ അവിടെങ്ങും ആരെയും കണ്ടില്ല. ഒരു 5 മിനിറ്റ്, ഇപ്പോൾ വരാട്ടോ. യാമിയെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു കൊണ്ട് അബി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടക്കെ യാമി അവൻ എങ്ങോട്ടാ പോകുന്നതെന്നൊരു സംശയത്തോടെ ഉറ്റുനോക്കി. റോഡ് സൈഡിൽ കാർ നിർത്തിയവൻ കുറച്ചു ദൂരെ കാണുന്ന ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത് എന്ന് കാണാൻ യാമി അവിടെ ആരാണെന്ന് ശരിക്കും എത്തി നോക്കി. അവിടെ ബസ് സ്റ്റോപ്പിൽ കൂട്ടുകാരികൾക്കൊപ്പം നിൽക്കുന്ന പാറുവിനെ അപ്പോഴാണ് യാമി ശ്രദ്ധിച്ചത്. അബിയേട്ടൻ പാറുവിനെ കാണാനാണോ പോകുന്നത്? യാമി തെല്ലൊരു അതിശയത്തോടെ അങ്ങോട്ട് നോക്കി. അതെ, അബി പാറുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് അവളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. മുഖം വീർപ്പിച്ച് ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടും പാറു മിണ്ടുന്നില്ലെന്ന് കണ്ടതും അബി ഒരു ദീർഘനിശ്വാസത്തോടെ അവിടുന്ന് തിരിച്ചു നടന്ന് കാറിലേക്ക് കയറി. ഓ, അപ്പോൾ പ്രണയസഖിയെ കാണാനാ എൻ്റെ കൂടെ നേരത്തെ ഇറങ്ങിയതല്ലേ? യാമി അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചതും അബി അവളെ നോക്കി ചിരിയോടെ ഒന്ന് കണ്ണു ചിമ്മി. എന്താണ്, ചിരിക്കത്ര തെളിച്ചം പോരല്ലോ മാഷേ? ആള് മൈൻഡ് ചെയ്യാത്തതിൻ്റെയാണോ? യാമി ചിരിയോടെ ചോദിച്ചു. ഞാൻ അവളുടെ ശത്രുപക്ഷത്തുള്ളയാളല്ലേ, അത്ര പെട്ടെന്നൊന്നും മൈൻഡ് ചെയ്യില്ല. കാർ മുന്നോട്ടെടുക്കി അബി ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു. ഇത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ ശത്രുപക്ഷത്ത് നിൽക്കുന്നേ? പക്ഷം മാറിക്കൂടെ? ഏത് പക്ഷത്തായാലും പാറുവിൻ്റെ ഉള്ളിൽ ശിവയാണല്ലോ എന്നോർത്തൊരു വല്ലായ്മയോടെ അവൾ ചോദിച്ചു. അങ്ങനെ മനഃപൂർവ്വം ആരുടെ പക്ഷത്തും ചേരുന്നതല്ലടോ. എന്തോ പണ്ട് മുതലേ ഇതിങ്ങനെയാ. എന്നെ അജുനെയും അവർക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ. ശിവ കാണിക്കുന്ന ദേഷ്യത്തിൽ ഒരു ന്യായം ഉണ്ടെങ്കിലും അവന് വേണ്ടി അവളും കൂടെ ദേഷ്യപ്പെടുമ്പോൾ എന്താ ഞാനിപ്പോൾ തന്നോട് പറയാ? അവര് നിസ്സാര ഭാവത്തിൽ അവളോട് പറഞ്ഞു. അപ്പോൾ അബേട്ടനും ശിവയും തമ്മിലുള്ള പ്രശ്നം പാറുവിനറിയോ? യാമി സംശയത്തോടെ ചോദിച്ചു.